ഇടുക്കിയുടെ തണുപ്പുള്ള കാറ്റ് ആ ഇന്നോവ കാറിൻ്റെ പകുതി താഴ്ത്തി ചില്ലിലൂടെ അകത്തേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. വെള്ളത്തൂവിലേക്കുള്ള യാത്രയിലായിരുന്നു ജോജിയും ദാസപ്പനും സുപ്രുവും. അവരുടെ പുതിയ ലക്ഷ്യസ്ഥാനം. പ്രധാന റോഡിൽ നിന്നും തിരിഞ്ഞ് വണ്ടി ഇപ്പോൾ വിശാലമായ ഒരു റബ്ബർ തോട്ടത്തിലൂടെയുള്ള ഇടുങ്ങിയ മൺപാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. സന്ധ്യ മയങ്ങിത്തുടങ്ങിയിരുന്നു. റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ ഇരുട്ട് വളരെ വേഗത്തിൽ പരക്കുന്ന പോലെ തോന്നി. ഒടുവിൽ ടയറുകൾ കരിയിലകളിൽ ഉരയുന്ന ശബ്ദത്തോടെ ആ കാർ ആ വലിയ മുറ്റത്തേക്ക് ചെന്നു നിന്നു. പഴക്കം ചെന്ന ഇടത്തരം ആളുകൾ താമസിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ഓടിട്ട വീടായിരുന്നു അത്. വണ്ടിയിൽ നിന്നിറങ്ങിയ ജോജി വീടിൻ്റെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. വീടിൻ്റെ പുറകുവശത്തെ ആ ഇരുണ്ട കോണിലേക്ക് അവൻ്റെ ശ്രദ്ധ പതിഞ്ഞു. അതിൻ്റെ വശത്തായി ചെറിയ കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്ന ഒരു തുറസായ സ്ഥലമുണ്ട്. അവിടെ മറ്റു വെളിച്ചം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഉദിച്ചു തുടങ്ങിയ നിലാവിൻ്റെ നേരിയ വെളിച്ചത്തിൽ ആ ഇരുണ്ട കോൺ കണ്ടാൽ തന്നെ ആരുടെയും ഉള്ളിലൊരു പേടി ജനിക്കും. ഉമ്രത്ത് അവരെയും കാത്ത് രവിയും ഭാര്യ കവിതയും നിൽപ്പുണ്ടായിരുന്നു. കവിതയുടെ സാരിത്തുമ്പിൽ പിടിച്ച് ഭയത്തോടെ നോക്കുന്ന അവരുടെ രണ്ട് ചെറിയ പെൺകുട്ടികളെയും ജോജി കണ്ടു. ആ കുടുംബത്തിൻ്റെ മുഖത്ത് വലിയൊരു ഭയവും നിസ്സഹായതയും തളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. അവർ മൂവരും ഉമ്മറത്തെ കസാരയിലേക്ക് ഇരുന്നതും രവി സംസാരിക്കാൻ തുടങ്ങി. ആ ശബ്ദം നേരിയ തോതിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബ്രോക്കർ ഞങ്ങളെ ചതിച്ചതാ സാറേ. ഈ വീടെടുക്കുമ്പോൾ ഇവിടെ ഇതിനു മുമ്പ് രണ്ടുപേർ തൂങ്ങി മരിച്ച കാര്യം അയാൾ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. ഞങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ കൊടുത്താണ് ഈ വീടും പറമ്പും വാങ്ങിയത്. സത്യം അറിഞ്ഞപ്പോൾ വലിയ സങ്കടം തോന്നിയെങ്കിലും വാങ്ങിപ്പോയില്ലേ. അതുകൊണ്ട് ഇവിടെ തന്നെ താമസിക്കാമെന്ന് വിചാരിച്ചു. മരിച്ചവർ മരിച്ചു, നമ്മളെ ഒന്നും ചെയ്യില്ലല്ലോ എന്നൊരു വിശ്വാസമായിരുന്നു. രവി ഒരു നിമിഷം നിർത്തി കവിതയൊന്ന് നോക്കി ദീർഘമായി ശ്വാസമെടുത്തു. പക്ഷേ ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങി. ആദ്യം ചെറിയ കാര്യങ്ങളായിരുന്നു. മേശപ്പുറത്ത് വയ്ക്കുന്ന സാധനങ്ങൾ അവിടെ നിന്നും കാണാതാവുക, മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി വെച്ച നിലയിൽ കണ്ടെത്തുക, അടുക്കളയിൽ പാത്രങ്ങൾ അലങ്ങുന്ന ശബ്ദം കേൾക്കുക. അങ്ങനെ തുടങ്ങി. പിന്നെ ഭിത്തികളിൽ ചില നിഴൽ രൂപങ്ങൾ കാണാൻ തുടങ്ങി സാറേ. കവിതയാണ് അത് പറഞ്ഞത്. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആദ്യം ഞങ്ങളുടെ തോന്നലാണെന്നാണ് കരുതിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം. അത്രയും പറഞ്ഞുകൊണ്ട് കവിത തൻ്റെ മൂത്ത മകളെ ചേർത്ത് പിടിച്ചു. കുട്ടി ഭയം കാരണം കവിതയുടെ സാരിത്തുമ്പിലേക്ക് മുഖം ഒളിപ്പിച്ചു. രവി തുടർന്നു. കഴിഞ്ഞ ദിവസം മകൾ അപ്പുറത്തെ റൂമിൽ എന്തോ എടുക്കാൻ പോയതാ. പെട്ടെന്ന് അവളുടെ വലിയൊരു അലർച്ച കേട്ടാണ് ഞാനും കവിതയും ഓടിച്ചെന്നത്. അവൾ അവിടെ ബോധം കെട്ട് വീഴാറായ അവസ്ഥയിലായിരുന്നു. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ റൂമിലെ ഫാനിൽ ഒരു പെൺകുട്ടി തൂങ്ങി നിൽക്കുന്നതാണ് അവൾ കണ്ടത്. കഴുത്തിൽ കുരുക്കമായി തുറിച്ച കണ്ണുകളോടെ ആ പെൺകുട്ടി അവളെ നോക്കിയെന്ന്. ഞാനും കവിതയും അകത്തു പോയി നോക്കിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. രവി പറയുന്നത് ജോജിയും ദാസപ്പനും സുപ്രുവും വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. സുപ്രുവിൻ്റെ മുഖത്ത് നേരിയ ഭയം മിന്നിമറയുന്നുണ്ടായിരുന്നു. രവിയേട്ടാ പേടിക്കണ്ട, ജോജി വളരെ ശാന്തമായി പറഞ്ഞു. ഞങ്ങൾ 2 ദിവസം ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ഈ വീട്ടിൽ നിങ്ങളോടൊപ്പം താമസിക്കുന്നുണ്ട്. ക്യാമറകളും EMF മീറ്ററുമൊക്കെ വെച്ച് രാത്രിയിൽ ഞങ്ങൾ പരിശോധന നടത്തും. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ഉറപ്പിക്കണം. ഈ വീട്ടിൽ അസ്വാഭാവികമായി എന്തോ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ആ ആത്മാക്കൾക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് നമ്മൾ ആദ്യം അറിയണം. അതറിഞ്ഞാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ. ജോജിയുടെ വാക്കുകൾ രവിക്കും കവിതയ്ക്കും വലിയൊരു ആശ്വാസമായി. ഇരുട്ട് പൂർണ്ണമായും ആ വീടിനെ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. രാത്രി 12 മണിയായി. പുറത്ത് റബ്ബർ മരങ്ങൾക്കിടയിലൂടെ വീശിയടിക്കുന്ന കാറ്റിന് ഇപ്പോൾ വല്ലാത്തൊരു മൂളലുണ്ടായിരുന്നു. ആ പഴയ വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള ആ ചെറിയ മുറിയിലാണ് ജോജിയും ദാസപ്പനും സുപ്രുവും ഇപ്പോൾ നിൽക്കുന്നത്. മൂത്തകുട്ടി ഫാനിൽ തൂങ്ങി നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ രൂപം കണ്ട അതേ മുറി. പരിശോധന തുടങ്ങുന്നതിന് മുമ്പായി താഴെ പോയി ജോജി രവിയെയും കവിതയെയും കണ്ടിരുന്നു. എന്ത് ശബ്ദം കേട്ടാലും നിങ്ങളോ കുട്ടികളോ ഈ മുറി തുറന്ന് പുറത്തേക്ക് വരരുത്. ഞങ്ങൾ മുകളിലുണ്ട്, പേടിക്കാൻ ഒന്നുമില്ല എന്ന് അവർക്ക് കർശനമായ നിർദ്ദേശം നൽകി താഴത്തെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് ജോജി മുകളിലേക്ക് വന്നത്. പഴയ മരപ്പലകൾ പാകിയ തറയായിരുന്നു ആ മുറിക്കുണ്ടായിരുന്നത്. മുറിയിലെ കാറ്റിന് പോലും വല്ലാത്തൊരു പഴക്കത്തിൻ്റെ ഗന്ധം. ദാസപ്പൻ തൻ്റെ ബാഗിൽ നിന്നും അത്യാധുനിക നൈറ്റ് വിഷൻ ക്യാമറകൾ പുറത്തേക്ക് എടുത്തു. മുറിയുടെ 4 മൂലകളിലായി അവനത് ഘടിപ്പിച്ചു. ആ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാനായി നടുവിലായി ഒരു മോണിറ്ററും അവൻ വെച്ചു. മറുവശത്ത് സുപ്രു വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ EMF മീറ്ററുണ്ട്. അന്തരീക്ഷത്തിലെ
വൈദ്യുതകാന്തിക തരംഗങ്ങളിലൂടെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അളക്കാനുള്ള ഉപകരണമാണിത്. അദൃശ്യശക്തികളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഗോസ്റ്റ് ഹണ്ടേഴ്സ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇതാണ്. ജോജിയുടെ കയ്യിൽ വലിയൊരു ടോർച്ചും ശബ്ദങ്ങൾ ഒപ്പിയെടുക്കുന്ന ഡിജിറ്റൽ വോയിസ് റെക്കോർഡും ഉണ്ടായിരുന്നു. എല്ലാവരും റെഡിയല്ലേ? ഞാൻ ലൈറ്റുകൾ ഓഫ് ചെയ്യുകയാണ്, ജോജി പറഞ്ഞു. ദാസപ്പനും സുപ്രവും തലയാട്ടി. ജോജി വാതിലിനടുത്തുള്ള പഴയ സ്വിച്ചിലമർത്തി. മുറിയിലെ മഞ്ഞ വെളിച്ചം ഒറ്റയടിക്ക് അണഞ്ഞു. കനത്ത ഇരുട്ട് ആ മുറിയെ പൂർണ്ണമായും വിഴുങ്ങി. ഇപ്പോൾ അവിടെ ആകെയുള്ളത് ക്യാമറകളിൽ നിന്നും മോണിറ്ററിൽ നിന്നും വരുന്ന ചെറിയ ചുവപ്പും നീലയും വെളിച്ചങ്ങൾ മാത്രമാണ്. ആദ്യത്തെ 10 മിനിറ്റ് യാതൊരു അസ്വാഭാവികതയും അവിടെ ഉണ്ടായിരുന്നില്ല. സുപ്രുവിൻ്റെ കയ്യിലിരുന്ന ഈഹ്മ മീറ്ററിലെ പച്ച ലൈറ്റ് ഒരു മാറ്റവുമില്ലാതെ പ്രകാശിച്ചു നിന്നു. എന്നാൽ 11ാമത്തെ മിനിറ്റിൽ അടഞ്ഞുകിടക്കുന്ന മുറിക്കുള്ളിൽ വല്ലാത്തൊരു മാറ്റം സംഭവിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അന്തരീക്ഷത്തിലെ താപനില ക്രമാതീതമായി കുറഞ്ഞു. കൊടും തണുപ്പുള്ള ഒരു ഐസ് ഫാക്ടറിയിൽ ചെന്ന് പെട്ടതുപോലെയുള്ള തണുപ്പ്. മൂവരുടെയും വായിൽ നിന്നും സംസാരിക്കുമ്പോൾ പുക വരാൻ തുടങ്ങി. ജോജിയേട്ടാ, വല്ലാത്തൊരു തണുപ്പ്, സുപ്രു വിറച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ പല്ലുകൾ കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു. സൂക്ഷിച്ചു നിൽക്ക് സുപ്രു, ഇവിടെ നമുക്ക് ചുറ്റും എന്തോ രൂപപ്പെടുന്നുണ്ട്. ജോജി വോയിസ് റെക്കോർഡിന് മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് മന്ത്രിച്ചു. മോണിറ്ററിലേക്ക് നോക്കി നിന്ന ദാസപ്പൻ്റെ കണ്ണുകൾ പെട്ടെന്ന് വികസിച്ചു. നൈറ്റ് വിഷൻ ക്യാമറയിൽ മുറിയുടെ താപനില അസാധാരണമായി കുറയുന്നത് അവന് കാണാമായിരുന്നു. അടുത്ത നിമിഷം സുപ്രുവിൻ്റെ കയ്യിലിരുന്ന EMF മീറ്ററിന് ജീവൻ വെച്ചു. അതുവരെ ഉണ്ടായിരുന്ന പച്ച ലൈറ്റ് മാറി മഞ്ഞയായി മാറി. സെക്കൻഡുകൾക്കുള്ളിൽ അത് പൂർണ്ണമായും ചുവന്ന ലൈറ്റായി മാറുകയും വലിയ ശബ്ദത്തിൽ നിലവിളിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതൊരു മുന്നറിയിപ്പായിരുന്നു. മനുഷ്യനല്ലാത്ത മറ്റെന്തോ ഒരു ഊർജം ആ മുറിക്കുള്ളിൽ അവരുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് ആ ഉപകരണം ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു. സുപ്രു ഭയത്തോടെ പിന്നിലേക്ക് മാറി. ദാസപ്പൻ്റെ തോളിൽ പിടിച്ചു. അപ്പോഴാണ് മുറിയുടെ വലതുവശത്ത് അടഞ്ഞു കിടക്കുന്ന പഴയ ജനാലയുടെ ഭാഗത്തു നിന്നും ആ ശബ്ദം കേട്ടത്. മരപ്പലകൾക്ക് മുകളിലൂടെ ആരോ ഭാരമുള്ള കാലുകൾ എടുത്തു വെച്ച് നടക്കുന്ന ശബ്ദം. ആരെങ്കിലും നടന്നാൽ മാത്രം തറയിലുണ്ടാകുന്ന ശബ്ദം. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മോണിറ്ററിൽ ദാസപ്പൻ നോക്കിയപ്പോഴും അവിടെ ഇരുട്ട് മാത്രമായിരുന്നു. എന്നാൽ ആ കാൽപാദങ്ങളുടെ ശബ്ദം ജനലിനടുത്തു നിന്നും പതുക്കെ അവർ നിൽക്കുന്ന മുറിയുടെ നടുവിലേക്ക് അവർക്ക് നേരെ അടുത്തുകൊണ്ടിരുന്നു. അദൃശ്യമായ ആ സാന്നിധ്യം തങ്ങൾക്ക് തൊട്ടുമുന്നിൽ വന്ന് നിൽക്കുന്നതായി ജോജിക്ക് അനുഭവപ്പെട്ടു. EMF മീറ്ററിൻ്റെ ശബ്ദം ഇപ്പോൾ അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. ശ്വാസം അടക്കിപ്പിടിച്ച് എന്ത് ഭവിഷ്യത്തിനെയും നേരിടാൻ തയ്യാറായി ഗോസ്റ്റ് ഹണ്ടേഴ്സ് ആ ഇരുളിൽ നിന്നു. അദൃശ്യമായ ആ കാൽപ്പാടുകളുടെ ശബ്ദം തങ്ങൾക്ക് തൊട്ടുമുന്നിലായി വന്നു നിന്നപ്പോൾ ആ മുറിയുടെ കൊടുന്തടുപ്പ് ഒന്നുകൂടി വർദ്ധിച്ചു. സുപ്രുവിൻ്റെ കയ്യിലിരുന്ന EMF മീറ്റർ ചുവന്ന ലൈറ്റുകൾ മിന്നിച്ച് ഭ്രാന്തമായി ശബ്ദിച്ചുകൊണ്ടിരുന്നു. ശ്വാസം വലിക്കാൻ പോലും ഭയന്ന് സുപ്രുവും ദാസപ്പനും ജോജിക്ക് പിന്നിലായി നിന്നു. ദാസപ്പ, സ്പിരിറ്റ് ബോക്സ് ഓൺ ചെയ്യേ. ഇരുട്ടിലേക്ക് തന്നെ നോക്കിയിരുന്ന ജോജി വളരെ പതുക്കെ മന്ത്രിച്ചു. റേഡിയോ ഫ്രീക്വൻസികൾ അതിവേഗം മാറ്റിക്കൊണ്ട് അന്തരീക്ഷത്തിലുള്ള ആത്മാക്കളുടെ ശബ്ദങ്ങളെ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ഉപകരണമാണ് സ്പിരിറ്റ് ബോക്സ്. ദാസപ്പൻ വിറയ്ക്കുന്ന കൈകളോടെ തൻ്റെ ബാഗിൽ നിന്നും സ്പിരിറ്റ് ബോക്സ് എടുത്ത് ഓൺ ചെയ്തു. ഉടൻ തന്നെ റേഡിയോ സ്റ്റേഷനുകളിൽ അതിവേഗം മാറുന്ന പോലുള്ള ഒരു ഇരമ്പൽ ആ മുറിയാകെ മുഴങ്ങി. ജോജി തൻ്റെ വോയിസ് റെക്കോർഡർ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് വളരെ വ്യക്തമായ ശബ്ദത്തിൽ ചോദിക്കാൻ തുടങ്ങി. ഈ വീട്ടിൽ ആരാണുള്ളത്? നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആദ്യത്തെ കുറച്ച് സെക്കൻഡിൽ ആ ഇരമ്പൽ മാത്രമേ കേട്ടുള്ളൂ. ജോജി വീണ്ടും ചോദിച്ചു. ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. നിങ്ങൾക്ക് ഞങ്ങളെ ഉപദ്രവിക്കണമെന്നുണ്ടോ? പെട്ടെന്ന് സ്പിരിറ്റ് ബോക്സിലെ ആ ഇരമ്പൽ നിന്നു. ഫ്രീക്വൻസികൾക്കിടയിലൂടെ വളരെ വ്യക്തമായ എന്നാൽ വല്ലത്തൊരു സങ്കടം നിറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ശബ്ദം പുറത്തേക്ക് വന്നു. ഇല്ല, ഉപദ്രവിക്കില്ല. ആ ശബ്ദം കേട്ടതും സുപ്രു ഞെട്ടി പിന്നിലേക്ക് പോയി. ദാസപ്പൻ്റെ മോണിറ്ററിൻ്റെ സ്ക്രീനിൽ ചെറിയ അനക്കങ്ങൾ കാണാമായിരുന്നു. ഉപദ്രവിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് താഴെയുള്ള ആ ചെറിയ കുട്ടിയെ പേടിപ്പിച്ചത്? വാലിൽ തൂങ്ങി നിന്ന രൂപം കാണിച്ച് അവളെ എന്തിനാണ് ഭയപ്പെടുത്തിയത്? ജോജി ധൈര്യം സംഭരിച്ച് വീണ്ടും ചോദിച്ചു. സ്പിരിറ്റ് ബോക്സിൽ വീണ്ടും ഇരമ്പൽ തുടങ്ങി. ഇത്തവണ ആ പെൺകുട്ടിയുടെ ശബ്ദമായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു ദേഷ്യവും വേദനയും നിറഞ്ഞ ഒരു പുരുഷൻ്റെ ശബ്ദമാണ് അതിലൂടെ മുഴങ്ങിയത്. ഞങ്ങൾക്ക് നീതി വേണം, അവനെ കൊണ്ടുവരണം. ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യത്തിൽ ആ മുറിയുടെ പഴയ ജനൽപ്പാളികൾ ഒന്ന് കുലുങ്ങി. ആരാണ് നിങ്ങളെ ഈ വീട്ടിൽ വെച്ച് കൊന്നത്? ജോലി ചോദിച്ചു. ആ ചോദ്യം കേട്ടതും സ്പിരിറ്റ് ബോക്സിൽ വലിയൊരു ഹമ്മിങ് സൗണ്ട് ഉണ്ടായി. ഒപ്പം ആ പുരുഷൻ്റെ ശബ്ദം സർവ്വശക്തിയുമെടുത്ത് അലറുന്നത് പോലെ അതിൽ കേട്ടു. ഇതൊരു ആത്മഹത്യ അല്ലായിരുന്നു, ഞങ്ങളെ കൊന്നതാണ്. അവനെ ഞങ്ങൾക്ക് വേണം. അത് കേട്ടു തീർന്നതും മുറിയിലെ അന്തരീക്ഷം ആകെ മാറി മറിഞ്ഞു.
സുപ്രൂവിൻ്റെ കയ്യിലിരുന്ന EMF മീറ്റർ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ശബ്ദത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ജോജിയും ദാസപ്പനും മുകളിലേക്ക് നോക്കിയതും അവർ ഞെട്ടിപ്പോയി. വർഷങ്ങളായി കറങ്ങാതെ കിടന്നിരുന്ന ആ പഴയ മുറിയിലെ സീലിംഗ് ഫാൻ വലിയൊരു ശബ്ദത്തോടെ തനിയെ കറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ആ പെൺകുട്ടി തൂങ്ങി മരിച്ച അതേ ഫാൻ. ജോജിയേട്ടാ നോക്ക്, ദാസപ്പൻ അലറി. പെട്ടെന്ന് മുറിയുടെ 4 മൂലകളിലായി വെച്ചിരുന്ന നൈറ്റ് വിഷൻ ക്യാമറകൾ വലിയ ശബ്ദത്തോടെ തനിയെ ഓഫായി. മോണിറ്റർ വെളിച്ചം പൂർണ്ണമായും അണഞ്ഞു. സ്പിരിറ്റ് ബോക്സും നിശ്ചലമായി. വല്ലാത്തൊരു ശ്മശാന മൂകതയോടെ ആ ഇരുട്ടിൽ ആ മൂവരും മാത്രം ബാക്കിയായി. അതൊരു കൊലപാതകമായിരുന്നു എന്ന സത്യം ആ ആത്മാക്കൾ ഗോസ്റ്റ് ഹണ്ടേഴ്സിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരുന്നു. രാത്രിയിലെ ഭയാനകമായ സംഭവങ്ങൾക്ക് ശേഷം നേരം പുലർന്നു. റബ്ബർ മരങ്ങൾക്കിടയിലൂടെ ഇളം വെയിൽ വീടിൻ്റെ മുറ്റത്തേക്ക് വീണപ്പോൾ രാത്രിയിലുണ്ടായിരുന്ന ആ ശ്മശാന മൂകത പൂർണ്ണമായും മാറിയിരുന്നു. മുറിയിലെ ക്യാമറകളും മറ്റും ഓഫായതിനു ശേഷം പുലരും വരെ അവരാ മുകൾ നിലയിൽ തന്നെ കാവലിരുന്നു. താഴെ ഭയത്തോടെ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയായിരുന്ന രവിയും കവിതയും ജോജിയെയും സംഘത്തെയും കണ്ടപ്പോൾ ഓടിയെത്തി. സാറേ, രാത്രി മുകളിൽ നിന്നും എന്തൊക്കെയോ അസാധാരണമായ ശബ്ദങ്ങൾ ഞങ്ങൾ കേട്ടല്ലോ, എന്തുപറ്റി? രവി പരിഭ്രമത്തോടെ ചോദിച്ചു. ജോജി നടന്ന കാര്യങ്ങൾ അവരോട് ചുരുക്കത്തിൽ പറഞ്ഞു. ആ പെൺകുട്ടി ഒറ്റയ്ക്കല്ലെന്നും അതൊരു കൊലപാതകമായിരുന്നുവെന്നും കേട്ടപ്പോൾ രവിയും കവിതയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. തങ്ങൾ ഇത്രയും നാളും താമസിച്ചത് കൊടും ക്രൂരത നടന്ന ഒരു കൊലപാതക കളത്തിലാണല്ലോ എന്നോർത്തപ്പോൾ കവിതയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. ഉമ്മറത്തെ തിണ്ണയിലേക്കിരുന്ന് ജോജി തൻ്റെ ലാപ്ടോപ്പ് തുറന്നു. കഴിഞ്ഞ രാത്രികളിൽ സ്പിരിറ്റ് ബോക്സിലൂടെ കേട്ട ആ പുരുഷ ശബ്ദം ജോജിയുടെ കാതുകളിൽ അപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു. ഇതൊരു ആത്മഹത്യയല്ലായിരുന്നു, ഞങ്ങളെ കൊന്നതാണ്. ഈ വീടിൻ്റെ പഴയ ചരിത്രം കൃത്യമായി പരിശോധിക്കാൻ ജോജി തീരുമാനിച്ചു. ഇൻ്റർനെറ്റിലെ പഴയ പത്രവാർത്തകളുടെ ആർക്കൈവുകളിൽ വെള്ളത്തൂവൽ, റബ്ബർ തോട്ടം, ആത്മഹത്യ എന്നീ വാക്കുകൾ നൽകി. ജോജി തിരയാൻ തുടങ്ങി. പഴയ വാർത്തകൾക്കിടയിലൂടെ അവൻ്റെ കണ്ണുകൾ വേഗത്തിൽ സഞ്ചരിച്ചു. ഏകദേശം അരമണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിൽ ജോജിയുടെ വിരലുകൾ കീബോർഡിൽ നിശ്ചലമായി. സ്ക്രീനിൽ തെളിഞ്ഞ 5 വർഷം മുമ്പുള്ള ആ പ്രാദേശിക വാർത്തയിലേക്ക് ജോജി സൂക്ഷിച്ചു നോക്കി. അവൻ്റെ മുഖത്ത് വലിയൊരു ഗൗരവം നിറഞ്ഞു നിന്നു. ജോജി ദാസപ്പനെയും സുപ്രൂവിനെയും അടുത്തുവെക്കി വിളിച്ചു. ദാസപ്പ, ഇവിടെ നോക്ക്, നമുക്ക് വേണ്ട ഉത്തരം ഇതിലുണ്ട്. ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലേക്ക് ചൂണ്ടിക്കാണിച്ച് ജോജി പറഞ്ഞു. ദാസപ്പൻ സ്ക്രീനിലേക്ക് നോക്കി പത്രവാർത്ത ഉറക്കെ വായിച്ചു. വെള്ളത്തൂവിലെ റബ്ബർ തോട്ടത്തിലുള്ള വീട്ടിൽ ഒളിച്ചോടി വന്ന കമിതാക്കളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തയുടെ വിശദാംശങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അന്യനാട്ടിൽ നിന്ന് ഒളിച്ചോടി വന്ന അനന്തൻ, ഭദ്ര എന്നീ ചെറുപ്പക്കാരെയാണ് വെള്ളത്തൂവിലെ റബ്ബർ തോട്ടത്തിലുള്ള ഈ പഴയ വീട്ടിൽ കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബുദ്ധിമുട്ടും വീട്ടുകാരുടെ എതിർപ്പും കാരണം ഇരുവരും ജീവൻ ഒടുക്കിയതാണെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. യാതൊരു സംശയങ്ങൾക്ക് വിട നൽകാതെ ആ കേസ് വളരെ പെട്ടെന്ന് തന്നെ പോലീസ് അവസാനിപ്പിച്ചിരുന്നുവെന്ന് ആ വാർത്തയിൽ നിന്നും വ്യക്തമായിരുന്നു. ജോജി ദീർഘമായി ഒന്നുകൂടി നിശ്വസിച്ചു. കടദാസപ്പ, അനന്തൻ, ഭദ്ര, ഇതാണ് മരിച്ചവരുടെ പേരുകൾ. ലോകത്തിൻ്റെ മുന്നിലും പോലീസിൻ്റെ രേഖകളിലും ഇവർ ആത്മഹത്യ ചെയ്തവരാണ്. പക്ഷേ സ്പിരിറ്റ് ബോക്സിലൂടെ ആ അനന്തൻ്റെ ആത്മാവ് തന്നെയാണ് നമ്മളോട് സംസാരിച്ചത്. അവരെ ആരോ കൊന്നതാണെന്ന്. അപ്പോൾ അവരെ കൊന്നതാരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അവന് വേണ്ടിയല്ലേ ജോജിയേട്ട ആ ആത്മാക്കൾ ഇവിടെ കാത്തു നിൽക്കുന്നത്? സുപ്രു ചോദിച്ചു. അതെ സുപ്രു, ഇതൊരു സാധാരണ ആത്മഹത്യയല്ല. ഇതിനു മുന്നിൽ വലിയൊരു കളിയുണ്ട്. ഈ കേസ് ഇത്രയും വേഗം അവസാനിപ്പിച്ചത് പണമോ മറ്റെന്തെങ്കിലും സ്വാധീനമോ ഉപയോഗിച്ചാണ്. ആ കൊലപാതകി ആരാണെന്ന് കണ്ടെത്താൻ ഈ വീടിൻ്റെ പരിസരത്ത് തന്നെ എന്തെങ്കിലും തെളിവുകൾ ബാക്കിയുണ്ടാകും, ജോജി ഉറപ്പിച്ചു പറഞ്ഞു. രാത്രിയിലെ പേടിപ്പെടുത്തുന്ന ആത്മാക്കളിൽ നിന്നും ഈ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ മനുഷ്യനെ കണ്ടെത്താനുള്ള പുതിയ ദൗത്യത്തിലേക്ക് ഗോസ്റ്റ് ഹണ്ടേഴ്സ് കടക്കുകയായിരുന്നു. പകൽ സമയത്ത് വീടിൻ്റെ ചുറ്റുപാടും വിശദമായി പരിശോധിക്കാൻ ജോജിയും സംഘവും തീരുമാനിച്ചു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അവിടെ എത്തിയപ്പോൾ ജോജിയുടെ ശ്രദ്ധയിൽപ്പെട്ട വീടിന് പുറകിലെ ആ ഇരുണ്ട കോട്ട്. സൂര്യപ്രകാശം പോലും ശരിക്ക് കടക്കാത്ത വിധം കാട് പിടിച്ച് കിടക്കുന്ന ആ ഭാഗത്ത് എന്തോ വലിയൊരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് ജോജിക്ക് തോന്നിയിരുന്നു. കൊലപാതകി അവശേഷിപ്പിച്ചു പോയ എന്തെങ്കിലും തെളിവുകൾ ആ പറമ്പിൽ കാണാതിരിക്കില്ല എന്ന് അവന് ഉറപ്പായിരുന്നു. രവിയുടെ കയ്യിൽ നിന്നും ഒരു വെട്ടുകത്തിയും ചെറിയൊരു മൺവെട്ടിയും എടുത്ത് ദാസപ്പനും സുപ്രുവും ആ കാട് പിടിച്ച ഭാഗത്തേക്ക് നടന്നു. ജോജി വീടിൻ്റെ മറ്റ് ഭാഗങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികളും വള്ളിപ്പടർപ്പുകളും വെട്ടിമാറ്റി ദാസപ്പൻ പതുക്കെ മുന്നോട്ട് നീങ്ങി. അവിടെ വലിയൊരു മാവുണ്ടായിരുന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള ആ മാവിൻ്റെ ചൂട്ടിൽ എത്തിയപ്പോൾ സുപ്രു പെട്ടെന്ന് നിന്നു. ദാസപ്പ, ഒന്ന് ഇവിടെ നോക്ക്. സുപ്രു മാവിൻ്റെ ചൂട്ടിലെ ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. ചുറ്റുമുള്ള മണ്ണിൽ നിന്നും വ്യത്യസ്തമായി അവിടെ കുറച്ച് ഭാഗത്തെ മണ്ണ് അല്പം ഇളകിക്കിടക്കുന്നത് പോലെ തോന്നി. വർഷങ്ങൾക്ക് മുമ്പോടെ വലിയൊരു കുഴി എടുക്കുകയും പിന്നീട് അത് മൂടുകയും ചെയ്തതിൻ്റെ വ്യക്തമായ അടയാളം ആ മണ്ണിലുണ്ടായിരുന്നു. ദാസപ്പൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കമ്പി കൊണ്ട് ആ മണ്ണിലേക്ക് ആഞ്ഞു നിന്ന് കുത്തി.
മണ്ണിനടിയിൽ കമ്പി എന്തോ ലോകത്തിൽ തട്ടിയ ശബ്ദം. ദാസപ്പനും സുപ്രവും പരസ്പരം നോക്കി. ജോജിയേട്ടാ, വേഗം ഇങ്ങോട്ട് വാ, ഇവിടെ മണ്ണിലെന്തോ കുഴിച്ചിട്ടിട്ടുണ്ട്, സുപ്രു ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശബ്ദം കേട്ട് ജോജിയും അവർക്ക് പിന്നാലെ രവിയും ഓടിയെത്തി. കാര്യം മനസ്സിലാക്കിയതും ഒട്ടും സമയം കളയാതെ ദാസപ്പൻ മൺവെട്ടി ഉപയോഗിച്ച് ആ ഭാഗത്തെ മണ്ണ് മാറ്റാൻ തുടങ്ങി. ഏകദേശം അരയടിയോളം താഴ്ചയിൽ കുഴിച്ചപ്പോൾ മണ്ണിൽ പുറഞ്ഞു കിടക്കുന്ന ഒരു വസ്തു അവർക്ക് കാണാമായിരുന്നു. രവിയുടെ കൂടി സഹായത്തോടെ അവർ അത് പതുക്കെ മണ്ണിലടിയിൽ നിന്നും വലിച്ചെടുത്തു. അതൊരു ഇരുമ്പ് പെട്ടിയായിരുന്നു. വർഷങ്ങളായി മണ്ണിലടിയിൽ കിടന്നതുകൊണ്ട് അത് പൂർണ്ണമായും തുരുമ്പെടുത്തിരുന്നു. ചെറിയൊരു പൂട്ടിട്ട് ഭദ്രമായി പൂട്ടിയ നിലയിലായിരുന്നു ആ പെട്ടി ഉണ്ടായിരുന്നത്. ഇത് അനന്തൻ്റെയോ ഭദ്രയുടേതോ ആകാനാണ് സാധ്യത. പോലീസിൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ ആ കൊലപാതകി ഇവിടുത്തെ മണ്ണിൽ കുഴിച്ചു മൂടിയതാകാം. ജോജി ആ തുരുമ്പിച്ച പെട്ടി സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ദാസപ്പൻ അവിടെ കിടന്ന വലിയൊരു കല്ലെടുത്ത് ഇരുമ്പ് പെട്ടിയുടെ പൂട്ടിലേക്ക് അതിശക്തമായി ഇടിച്ചു. കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു തുടങ്ങിയ ആ പൂട്ട് രണ്ടാമത്തെ ഇടിയിൽ തന്നെ പൊട്ടിത്തെറിച്ചു. ശ്വാസം അടക്കിപ്പിടിച്ച് അവർ മൂവരും പെട്ടി തുറന്നു. അതിനുള്ളിൽ മണ്ണോ വെള്ളമോ കയറിയിരുന്നില്ല. പെട്ടിക്കുള്ളിൽ പഴയ ചില ഫോട്ടോകളും പ്ലാസ്റ്റിക് കവറിൽ പൊറിഞ്ഞ ചെറിയൊരു പുസ്തകവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഫോട്ടോകൾ എടുത്തു നോക്കിയ ജോജിക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. പത്രവാർത്തകളിൽ കണ്ട അതേ അനന്തൻ്റെയും ഭദ്രയുടെയും ചിത്രങ്ങളായിരുന്നു അത്. അടുത്തതായി ജോജി ആ പ്ലാസ്റ്റിക് കവർ തുറന്ന് അതിലുണ്ടായിരുന്ന പുസ്തകം പുറത്തേക്കെടുത്തു. അതൊരു ഡയറിയായിരുന്നു. ചുവന്ന നിറത്തിലുള്ള പുറഞ്ചട്ടയ്ക്ക് അല്പം മങ്ങിയ ഒരു പഴയ ഡയറി. ഇതിൽ എല്ലാ സത്യങ്ങളും ഉണ്ടാകും ദാസപ്പ. ആ പെൺകുട്ടി ഈ ഡയറിയിൽ ഇവരുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി വച്ചിട്ടുണ്ടാകും, ജോജി ആവേശത്തോടെ പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ നിന്ന് സമർത്ഥമായി മറച്ചു വയ്ക്കപ്പെട്ട 5 വർഷമായി മാവിൻചൂട്ടിൻ്റെ ഇരുട്ടിൽ ഉറങ്ങിക്കിടന്ന ആ വലിയ രഹസ്യം ഗോസ്റ്റ് ഹണ്ടേഴ്സ് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഉമ്മറത്തെ തിണ്ണയിലിരുന്ന ജോജി പ്ലാസ്റ്റിക് കവറിൽ നിന്നും ആ ചുവന്ന ഡയറി പതുക്കെ പുറത്തെടുത്തു. ദാസപ്പനും സുപ്രവും രവിയും ആകാംക്ഷയോടെ അവന് ചുറ്റും നിന്നു. കാലപ്പഴക്കം കൊണ്ട് ഡയറിയുടെ താളുകൾ അല്പം ഒട്ടിപ്പിടിച്ചിരുന്നു. എങ്കിലും മണ്ണും ഈർപ്പവും തട്ടാത്തതുകൊണ്ട് അതിലെ നീലമഷിയിലുള്ള കൈയക്ഷരങ്ങൾ വളരെ വ്യക്തമായിരുന്നു. ഡയറിയിലെ അവസാന പേജുകളിലേക്കാണ് ജോജി വേഗം പോയത്. മരിക്കുന്നതിന് മുമ്പ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഭദ്ര എഴുതിയ വരികളായിരുന്നു അത്. ശ്വാസം അടക്കിപ്പിടിച്ച് ജോജി ആ താളുകളിലെ വരികൾ ഉറക്കെ വായിക്കാൻ തുടങ്ങി. അനന്തനും ഞാനും ഇവിടെ സുരക്ഷിതമാണെന്ന് കരുതി. പക്ഷേ വെള്ളത്തൂല റബ്ബർ തോട്ടത്തിലുള്ള വലിയ വീട്ടിൽ ആരും ഞങ്ങളെ അന്വേഷിച്ചു വരില്ലെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷേ എൻ്റെ അച്ഛൻ്റെ പണത്തിനും വലിയ സ്വാധീനത്തിനും മുന്നിൽ ഞങ്ങൾക്ക് ഒളിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഞങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എൻ്റെ അച്ഛൻ പണം കൊടുത്തുവിട്ട ആ ഗുണ്ടകൾ ഇന്ന് രാത്രി ഞങ്ങളെ തേടി വരും. ഭാസ്കരൻ, ആ പേര് കേൾക്കുമ്പോഴേ എനിക്ക് ഭയമാണ്. അയാൾക്ക് യാതൊരു ഭയവുമില്ല. അവർ ഞങ്ങളെ ജീവനോടെ വിടില്ല. നാളെ ഞങ്ങളുടെ മരണം സംഭവിച്ചാൽ അതൊരിക്കലും ആത്മഹത്യയായിരിക്കില്ല. ഭാസ്കരൻ ഞങ്ങളെ കൊല്ലാൻ വരികയാണ്. ഡയറിയിലെ വരികൾ അവിടെ അവസാനിച്ചിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട ഒരു പെൺകുട്ടിയുടെ വാക്കുകളിലെ ഭയവും നിസ്സഹായതയും ജോജിയുടെ ശബ്ദത്തിലും പ്രതിഫലിച്ചു. അത് കേട്ടുനിന്ന ദാസപ്പൻ്റെയും സുപ്രുവിൻ്റെയും രക്തം തിളച്ചു. പ്രണയിച്ചതിൻ്റെ പേരിൽ മാത്രം 2 പാവം ജീവനുകളെ ക്രൂരമായി ഇല്ലാതാക്കിയ ആ നരാധമരോട് അവർക്ക് കടുത്ത ദേഷ്യം തോന്നി. ജോജി പതുക്കെ ഡയറി മടക്കി. എന്നിട്ട് തലയുയർത്തി ഉമ്മറത്തെ വാതുക്കൽ ഭയത്തോടെ നോക്കി നിൽക്കുന്ന രവിയെയും കവിതയെയും നോക്കി. അവൻ കവിതയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചു. കവിതേച്ചി, ഈ ഡയറിയിൽ പറയുന്ന ഭാസ്കരൻ എന്ന ആളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ആ പേര് കേട്ട ഉടനെ കവിതയുടെ മുഖം വിളറി വെളുത്തിരുന്നു. അവളുടെ ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. എന്ത് പറയണമെന്നറിയാതെ അവൾ പരിഭ്രമത്തോടെ രവിയുടെ മുഖത്തേക്ക് നോക്കി. അറിയാം സാറേ, കവിത വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഭാസ്കരൻ എൻ്റെ അമ്മയുടെ അകന്ന ബന്ധുവാണ്. നാട്ടിൽ വലിയ പണക്കാരനും നല്ല സ്വാധീനവുമുള്ള ആളാണ്. പെട്ടെന്ന് കവിതയുടെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. അവൾ കരയാൻ തുടങ്ങിയിരുന്നു. ജോജിക്ക് എന്തോ വലിയ പന്തികേട് തോന്നി. എന്തുപറ്റി കവിതേച്ചി? ആ ഭാസ്കരനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാമോ? രവിയാണ് അപ്പോൾ സംസാരിച്ചത്. രവിയുടെ മുഖത്തും വലിയൊരു ഭയം വന്ന് നിറഞ്ഞിരുന്നു. സാറേ, ഞങ്ങൾ സ്വന്തമായൊരു വീടന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഈ വീടിൻ്റെ കാര്യം ഭാസ്കരേട്ടൻ ഞങ്ങളോട് പറയുന്നത്. ബ്രോക്കറുമായി സംസാരിച്ച് എല്ലാം ശരിയാക്കിയതും ഞങ്ങൾക്ക് തികയാതെ വന്ന വലിയൊരു തുക വായ്പയെ തന്ന് സഹായിച്ചതും അതേ ഭാസ്കരൻ തന്നെയാണ്. ആ സത്യം അവിടെ വെളിപ്പെട്ടപ്പോൾ വലിയൊരു ബോംബ് പൊട്ടിച്ച് ഞെട്ടലിലായിരുന്നു ജോജിയും കൂട്ടരും. സുപ്രു അവിശ്വസനീയതയോടെ തലയിൽ കൈവച്ചുപോയി. രവിക്കും കവിതയ്ക്കും ഞങ്ങൾ കേട്ടത് ഇപ്പോഴും വിശ്വസിക്കാനായില്ല. തങ്ങൾക്ക് അഭയം നൽകിയ ആ വീട്, തങ്ങളെ സാമ്പത്തികമായി സഹായിച്ച ആ മനുഷ്യൻ എല്ലാം വലിയൊരു ചതിയുടെയും കൊലപാതകത്തിൻ്റെയും ബാക്കി പത്രമായിരുന്നുവെന്ന സത്യം ആ പാവം കുടുംബത്തെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. കൊലപാതകി ആരാണെന്ന് ജോജിക്കിപ്പോൾ പൂർണ്ണമായും വ്യക്തമായി. രാത്രിയിൽ സ്പിരിറ്റ് ബോക്സിലൂടെ ആത്മാക്കൾ പറഞ്ഞ അവനെ ഞങ്ങൾക്ക് വേണം എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം
ഇതോടെ ചുരുളഴിയുകയായിരുന്നു. ഉമ്മറത്തെ ആ വലിയ തിണ്ണയിൽ കനത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നു. വലിയൊരു ചതിയുടെയും കൊലപാതകത്തിൻ്റെയും നടുവിലാണ് തങ്ങൾ ഇത്രയും കാലം ജീവിച്ചതെന്ന സത്യം രവിക്കും കവിതയ്ക്കും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. സഹായഹസ്തമായി വന്ന സ്വന്തം ബന്ധു തന്നെയാണ് ഇത്രയും വലിയ കൊടും ക്രൂരതയുടെ കാരണക്കാരനായതെന്നത് കവിതയെ വല്ലാതെ തളർത്തി. ജോജി വളരെ ഗൗരവത്തോടെ രവിയുടെ അടുത്തേക്ക് വന്നു. അവൻ്റെ മുഖത്ത് ഇപ്പോൾ ഭയമല്ല, മറിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ വലിയൊരു വ്യക്തതയുണ്ടായിരുന്നു. രവിയേട്ടാ, ജോജി പറഞ്ഞു തുടങ്ങി, നിങ്ങളുടെ കുടുംബത്തെ ഈ വീട്ടിലെ ആത്മാക്കൾ ഉപദ്രവിക്കാൻ വന്നതല്ല. ഈ വീട് വാങ്ങാൻ ഭാസ്കരൻ നിങ്ങളെ സഹായിച്ചത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ ബന്ധുവായതുകൊണ്ടോ അല്ല, മറിച്ച് തൻ്റെ കൊലപാതകത്തിൻ്റെ രഹസ്യം ഉറങ്ങുന്ന ഈ വീട്ടിലേക്ക് തനിക്കറിയാത്ത മറ്റാരും വരാതിരിക്കാനാണ്. രവി അമ്പരപ്പോടെ ജോജിയെ നോക്കി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ജോജി തുടർന്നു. അന്യരായ വേറെ വല്ലവരുമാണ് ഈ വീട് വാങ്ങിയിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ വീടിൻ്റെ പുറകിൽ കൃഷി ചെയ്യാനോ മറ്റോ മണ്ണെടുത്തേക്കാം. അപ്പോൾ ഈ പെട്ടി അവർക്ക് കിട്ടിയാൽ ഭാസ്കരൻ എന്നേക്കുമായി കൊടുക്കും. എന്നാൽ നിങ്ങളാകുമ്പോൾ അയാൾക്ക് എപ്പോഴും നിങ്ങളെ നിരീക്ഷിക്കാം. സംശയമൊന്നും തോന്നാതിരിക്കാൻ പണം നിന്ന് സഹായിച്ച വലിയൊരു മനുഷ്യനായി നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയും ചെയ്യാം. എത്ര കൃത്യമായ പ്ലാനിംഗ് ആണെന്ന് നോക്ക്. തങ്ങൾ ജീവിക്കാൻ വേണ്ടി വാങ്ങിയ ഈ വീട് യഥാർത്ഥത്തിൽ ഒരു കൊലപാതകി സ്വന്തം തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി പണിത വലിയൊരു തടവറയായിരുന്നുവെന്ന് രവി തിരിച്ചറിഞ്ഞു. അപ്പോൾ ജോജിയേട്ടാ, ഈ ആത്മാക്കൾ എന്തിനാ ഇവരുടെ കുട്ടിയെ പേടിപ്പിച്ചത്? വീട്ടിലെ സാധനങ്ങൾ എന്തിനാ വലിച്ചെറിഞ്ഞത്? ദാസപ്പൻ സംശയത്തോടെ ചോദിച്ചു. ഈ കുടുംബത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതല്ല ദാസപ്പ, ജോജി കവിതയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കൊല്ലപ്പെട്ട അനന്തനും ഭദ്രയ്ക്കും ഈ ലോകത്തോട് വിളിച്ചു പറയാൻ വലിയ സത്യമുണ്ടായിരുന്നു. ഞങ്ങൾ ആത്മഹത്യ ചെയ്തതല്ല എന്ന സത്യം. പക്ഷേ അവർക്ക് നേരിട്ട് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ വീട്ടിലെ സാധനങ്ങൾ അനക്കിയതും കുട്ടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഈ കുടുംബത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ശ്രമിച്ചത്. ജോജി ഡയറി ഒന്നുകൂടി കയ്യിലെടുത്തു. നിങ്ങൾ പേടിച്ച് ഇവിടുന്ന് പോകുന്നതിന് പകരം ഈ വീടിൻ്റെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ആരെങ്കിലും നിങ്ങൾ ഈ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുമെന്ന് അവർക്കറിയാമായിരുന്നു. അവർക്ക് വേണ്ടത് നിങ്ങളെയല്ല, ഭാസ്കരനെയാണ്. അയാളെ ഈ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കേട്ടപ്പോൾ രവിക്കും കവിതയ്ക്കും വലിയൊരു ആശ്വാസം തോന്നി. ആത്മാക്കൾ തങ്ങളുടെ കുട്ടികളെ ഒന്നും ചെയ്യുന്നില്ലെന്ന സത്യം അവരുടെ ഉള്ളിലെ ഭയം പൂർണ്ണമായും ഇല്ലാതാക്കി. എന്നാൽ അതോടൊപ്പം ആ പാവം 2 ജീവനുകളോട് വലിയൊരു സഹതാപവും അവർക്ക് തോന്നി തുടങ്ങി. ഇനി നമ്മൾ എന്ത് ചെയ്യും സാറേ? ഈ ഡയറി പോലീസിനെ ഏൽപ്പിക്കണോ? രവി ചോദിച്ചു. പോലീസിനെ ഏൽപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല രവിയേട്ടാ. ജോജി കസാരയിൽ നിന്നും എഴുന്നേറ്റു. 5 വർഷം മുമ്പ് പണവും സ്വാധീനവും ഉപയോഗിച്ച് കേസ് ഒതുക്കിയവനാണ് ഭാസ്കരൻ. ഒരുപക്ഷേ അയാൾ ഈ ഡയറിയിലെ കൈയക്ഷരം ഭദ്രയുടേതല്ല എന്ന് കോടതിയിൽ വാദിച്ചേക്കാം. നമുക്ക് ഉറപ്പായ തെളിവുകൾ വേണം. അവൻ സ്വന്തം വായ കൊണ്ട് തന്നെ കുറ്റം സമ്മതിക്കണം. അതിനവനെ നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും? സുപ്രു ചോദിച്ചു. ജോജിയുടെ ചുണ്ടിൽ നേരിയൊരു ചിരി വിടർന്നു. അത്യാഗ്രഹിയായ ഒരു കൊലപാതകയെ വിളിച്ചു വരുത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, പണം അല്ലെങ്കിൽ സ്വർണം. ഈ ആത്മാക്കൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ഭാസ്കരന് വലിയൊരു കെണിയൊരുക്കാൻ പോവുകയാണ്. രാത്രിയിലെ ഭയപ്പെടുത്തുന്ന ആത്മാക്കളോടുള്ള പോരാട്ടത്തിൽ നിന്നും ജീവിച്ചിരിക്കുന്ന ഒരു നരാധമനെ നേരിടാൻ ഗോസ്റ്റ് കണ്ടേഴ്സ് തയ്യാറെടുക്കുകയായിരുന്നു. വെള്ളത്തൂലെ ആ റബ്ബർത്തോട്ടത്തിലേക്ക് വീണ്ടും സന്ധ്യ മയങ്ങിയിറങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇരുട്ടി വീഴാറാകുമ്പോൾ ആ വീടിനെ പൊതിഞ്ഞിരുന്ന വല്ലാത്തൊരു ഭയവും ശ്മശാനമുഖതയും ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. മറിച്ച് വളരെ ശാന്തമായൊരു അന്തരീക്ഷമായിരുന്നു ആ രാത്രിയിൽ അവിടെ നിഴലിച്ചിരുന്നത്. രാത്രി 10 മണിയായിട്ടും വീട്ടിൽ അസാധാരണമായ ഒരു ശബ്ദങ്ങളും കേട്ടില്ല. വീട്ടു സാധനങ്ങൾ അനങ്ങുകയോ താപനില കുറയുകയോ ചെയ്തില്ല. സുപ്രു ഇടയ്ക്കിടെ തൻ്റെ EMF മീറ്ററിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അതിലെ പച്ച ലൈറ്റ് യാതൊരു മാറ്റവുമില്ലാതെ പ്രകാശിച്ചു നിന്നു. ജോജിയേട്ടാ, എന്താണിത്? യാതൊരു പ്രശ്നവുമില്ലാത്തത്? അവർ പോയോ? സുപ്രു സംശയത്തോടെ ചോദിച്ചു. ഉമ്മറത്തെ തിണ്ണയിലിരുന്ന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്ന ജോജി പതുക്കെ പറഞ്ഞു. അവർ എങ്ങോട്ടും പോയിട്ടില്ല സുപ്രു. അവർ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യമില്ല. തങ്ങളുടെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കിയെന്നും കൊലപാതകയെ കണ്ടെത്താൻ നമ്മളവരെ സഹായിക്കുമെന്നും ആ ആത്മാക്കൾക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവർ ശാന്തരായിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ രവിക്കും കവിതയ്ക്കും വലിയൊരു ആശ്വാസം തോന്നി. തങ്ങളുടെ കുട്ടികളെ ഭയപ്പെടുത്തിയിരുന്ന ആ ശക്തികൾ യഥാർത്ഥത്തിൽ തങ്ങളെപ്പോലെ നീതിക്ക് വേണ്ടി കേഴുന്ന 2 പാവം മനുഷ്യരുടെ ആത്മാക്കളാണെന്ന സത്യം ആ കുടുംബത്തിൻ്റെ ഭയം പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു. കുട്ടികൾ 2 പേരും കവിതയുടെ മടിയിലിരുന്ന് സുഖമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് പറ ജോജിയേട്ടാ. ഭാസ്കരനെ എങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും? ദാസപ്പൻ ചോദിച്ചു. ജോജി രവിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ജോജിയേട്ടാ, നാളെ രാവിലെ തന്നെ നിങ്ങൾ ഭാസ്കരനെ ഫോണിൽ വിളിക്കണം. വളരെ രഹസ്യമായിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. വീടിന് പുറകിലെ മാവും ചുട്ടിൽ കുഴിച്ചപ്പോൾ
നിങ്ങൾക്ക് ഒരു ഇരുമ്പ് പെട്ടി കിട്ടിയെന്നും അതിൽ നിറയെ സ്വർണ്ണമാണെന്നും നിങ്ങൾ ഭാസ്കരനോട് പറയണം. സ്വർണമോ? രവി അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, ജോജി ചിരിച്ചു. ഒരു കൊലപാതകയ്ക്ക് സ്വന്തം കുറ്റകൃത്യത്തിൻ്റെ തെളിവുകളേക്കാൾ ഭയമുള്ളത് മറ്റൊന്നുമല്ല. ആ മാവുംചൂട്ടിൽ താൻ കുഴിച്ചിട്ട ഡയറിയും ഫോട്ടോകൾ അടങ്ങിയ പെട്ടി രവിക്ക് കിട്ടിയെന്നറിഞ്ഞാൽ ഭാസ്കരൻ തീർച്ചയായും ഞെട്ടും. എന്നാൽ അത് ഡയറിയല്ല, സ്വർണ്ണമാണെന്ന് രവിയേട്ടൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് തോന്നുമ്പോൾ അവൻ്റെ ഉള്ളിലെ അത്യാഗ്രഹം ഉണരും. ഡയറി നശിപ്പിക്കാനും ആ സ്വർണം കൈക്കലാക്കാനും അവൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരും. കൃത്യമായ പ്ലാൻ, ദാസപ്പൻ സംശയത്തോടെ പറഞ്ഞു. അവൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും സാറേ? രവിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അവൻ വന്നാൽ ഇരുത്തേണ്ടത് ഈ താഴത്തെ ഹാളിലാണ്. ജോജി ഹാളിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ദാസപ്പ, നാളെ രാവിലെ തന്നെ നമ്മുടെ ക്യാമറകളും മൈക്കുകളും ഈ ഹാളിൻ്റെ 4 ഭാഗത്തേക്ക് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെക്കണം. അവൻ പറയുന്ന ഓരോ വാക്കും കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടണം. റെഡി ജോജി ചേട്ടാ? ദാസപ്പൻ തലയാട്ടി. അവൻ വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ആത്മാക്കൾക്ക് നീതി കൊടുക്കാൻ ഇതിലും വലിയൊരു അവസരം ഇനി കിട്ടില്ല, ജോജി ഉറപ്പിച്ചു പറഞ്ഞു. ആ രാത്രി വളരെ വേഗം കടന്നുപോയി. ഭയമില്ലാതെ സമാധാനത്തോടെ രവിയും കുടുംബവും ഉറങ്ങി. എന്നാൽ ജോജിയും ദാസപ്പനും സുപ്രവും ഉറങ്ങിയിരുന്നില്ല. അടുത്ത ദിവസം നടക്കാൻ പോകുന്ന വലിയൊരു പോരാട്ടത്തിനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ. നിയമത്തിൻ്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ട ഒരു കുറ്റവാളിയെ അദൃശ്യശക്തിയുടെ മുന്നിലേക്ക് ഇരയായി വിട്ടുകൊടുക്കാനുള്ള തന്ത്രങ്ങൾ അവർ മെനയുകയായിരുന്നു. പുലർച്ചെ തന്നെ ക്യാമറകളെല്ലാം ദാസപ്പൻ ഹാളിൽ രഹസ്യമായി ഘടിപ്പിച്ചു. നേരം വെളുത്തു. ആ പഴയ ഡയറിയും തുരുമ്പിച്ച ഇരുമ്പ് വെട്ടിയും രവി തൻ്റെ ഫോണിനടുത്തായി എടുത്തു വെച്ചു. ജോജിയുടെ നിർദ്ദേശപ്രകാരം ചെറിയൊരു വിറയലോടെ രവി ഭാസ്കറിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. മരണത്തിൻ്റെ ക്ഷണക്കത്ത് ഭാസ്കറിനെ തേടി പോവുകയാണ്. രവിയുടെ കൈകൾ നേരിയ തോതിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ച് അവൻ ജോജിയെ നോക്കി. യാതൊരു ഭാവവ്യത്യാസവും വരുത്താതെ സ്വാഭാവികമായി സംസാരിക്കണമെന്ന് ജോജി അംഗീ കാണിച്ചു. ഫോണിൽ റിങ് പോകുന്ന ശബ്ദം ആ മുറിയിലെ നിശബ്ദതയിൽ എല്ലാവർക്കും കേൾക്കാമായിരുന്നു. രണ്ടാമത്തെ റിങ്ങിൽ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടു. ഹലോ രവി, എന്താ രാവിലെ തന്നെ? അങ്ങേയറ്റം ഗംഭീര്യമുള്ള ഒരു പരുക്കമായൊരു ശബ്ദമായിരുന്നു മറുതലയ്ക്ക്. അത് ഭാസ്കരനായിരുന്നു. രവി ഒന്ന് തൊണ്ടയനക്കി തൻ്റേതായ അഭിനയം തുടങ്ങാൻ തീരുമാനിച്ചു. ഭാസ്കരേട്ടാ, ഞാൻ വലിയൊരു കുഴപ്പത്തിലാണ്. അല്ല, കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. എന്നാലും എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയുമില്ല. ചേട്ടനൊന്ന് ഇങ്ങോട്ട് വരണം. എന്തു പറ്റി? കാര്യം പറയടാ. ഭാസ്കറിൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു അസ്വസ്ഥത പ്രകടമായിരുന്നു. രവി ശബ്ദം പതുക്കെ താഴ്ത്തിക്കൊണ്ട് രഹസ്യം പറയുന്ന പോലെ പറഞ്ഞു. ഭാസ്കരേട്ടാ, ഇന്നലെ വൈകുന്നേരം ഞാൻ വീടിന് പുറവശത്തെ ആ വലിയ മാവുംചോട്ടിൽ കുറച്ച് കൃഷി ചെയ്യാമെന്ന് കരുതി മണ്ണ് കളക്കുകയായിരുന്നു. കുറച്ച് താഴ്ചയെ കുഴിച്ചപ്പോൾ എൻ്റെ മൺവെട്ടി എന്തോ ഇരുമ്പിൽ തട്ടി. രവി ഒന്ന് നിർത്തി. ഫോണിൻ്റെ മറുതലയ്ക്കൽ പെട്ടെന്ന് വലിയൊരു നിശബ്ദതയുണ്ടായി. ഭാസ്കരൻ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണെന്ന് ജോജിക്ക് മനസ്സിലായി. എന്നിട്ട് നീ എന്താ കണ്ടത്? ഭാസ്കറിൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ വെപ്രാളവും ഭയവും വ്യക്തമായിരുന്നു. ഞാൻ ആ മണ്ണ് മുഴുവൻ മാറ്റി നോക്കി ഭാസ്കരേട്ടാ. മണ്ണിൽ പുറഞ്ഞു കിടക്കുന്ന വലിയൊരു ഇരുമ്പ് വെട്ടിയായിരുന്നു അത്, വലിയൊരു പൂട്ടിയ നിലയിൽ. നീ അത് തുറന്നോ? ഭാസ്കറിൻ്റെ ചോദ്യം ഒരു അലർച്ചയാണ് പുറത്തേക്ക് വന്നത്. തൻ്റെ കൊലപാതകത്തിന് തെളിവായ ആ പഴയ ഫോട്ടോയും ഭദ്രയുടെ ഡയറിയും രവി കണ്ടു കഴിഞ്ഞോ എന്ന ഭയം ആ വാക്കുകളിലുണ്ടായിരുന്നു. ഞാൻ കല്ലുകൊണ്ടിടിച്ച് പൂട്ട് പൊട്ടിച്ചു. രവി കൃത്യമായി ജോജി പറഞ്ഞു കൊടുത്തതുപോലെ പറഞ്ഞു തുടങ്ങി. തുറന്നു നോക്കിയപ്പോൾ എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഭാസ്കരേട്ടാ. പെട്ടി നിറയെ സ്വർണ്ണമാണ്. പഴയകാലത്തെ സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങളും. 5-6 കോടിയുടെ സാധനങ്ങളുണ്ടാവും അതിൽ. സ്വർണമോ? ഭാസ്കരൻ അവിശ്വസനീയതയോടെ ചോദിച്ചു. അതിൽ വേറെ എന്തെങ്കിലും കടലാസോ പുസ്തകങ്ങളോ ഉണ്ടായിരുന്നോ? ഒന്നുമില്ല ചേട്ടാ, കുറച്ച് മണ്ണും പിന്നെ ഈ സ്വർണവും മാത്രം. ഇത് ആരും അറിയാതെ എനിക്ക് വിൽക്കണം. പോലീസോ നാട്ടുകാരോ അറിഞ്ഞാൽ പ്രശ്നമാകും. ഞാൻ കവിതയോട് പോലും ഇതേപ്പറ്റി പറഞ്ഞിട്ടില്ല. എനിക്കിതൊന്ന് വിറ്റ് തരാൻ ചേട്ടൻ എന്നെ സഹായിക്കണം. പകുതി പണം ചേട്ടനെടുത്തു. രവിയുടെ വാക്കുകൾ കേട്ടതും മറുതലയ്ക്കൽ ഭാസ്കറിന് വലിയൊരു ആശ്വാസമാണ് ഉണ്ടായത്. പെട്ടിയിലെ ഡയറിയും ഫോട്ടോയും രവി കണ്ടില്ലെന്ന് അയാൾ ഉറപ്പിച്ചു. ഒരുപക്ഷെ കാലപ്പഴക്കം കൊണ്ട് അതെല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ടാകുമെന്ന് അയാൾ കരുതി. ഒപ്പം രവി പറഞ്ഞ ആ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എന്ന നുണ അയാളുടെ അത്യാഗ്രഹത്തെ പൂർണ്ണമായും ഉണർത്തിക്കഴിഞ്ഞിരുന്നു. ആ പെട്ടി സ്വന്തമാക്കിയാൽ കൊലപാതകത്തിൻ്റെ ആ തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്യാം, കോടീശ്വരനാവുകയും ചെയ്യാം എന്ന് ഭാസ്കരൻ കണക്കുകൂട്ടി. രവി, നീ ഇതൊന്നും ആരോടും പറയണ്ട. ആ പെട്ടി നീ സുരക്ഷിതമായി എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്ക്. അത് ഞാൻ ഇന്ന് തന്നെ വൈകുന്നേരം അങ്ങോട്ടേക്ക് വരാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം, ഭാസ്കരൻ ആവേശത്തോടെ പറഞ്ഞു. ശരി ഭാസ്കരേട്ടാ, ഞാൻ കാത്തിരിക്കാം എന്ന് പറഞ്ഞ് രവി ഫോൺ കട്ട് ചെയ്തു. വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ അവൻ തൻ്റെ നെറ്റിയിലെ വേർപ്പ് തുള്ളി തുടച്ചു മാറ്റി. ജോജിയുടെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി വിടർന്നു. നമ്മൾ വിരിച്ച വരയിൽ ഇര പൂർണ്ണമായും വീണ് കഴിഞ്ഞു. അവൻ വരും. തൻ്റെ തെളിവുകൾ നശിപ്പിക്കാനും ആ ഇല്ലാത്ത സ്വർണം സ്വന്തമാക്കാനും അവൻ തീർച്ചയായും വരും. അവൻ വരുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കണം.
ദാസപ്പൻ തൻ്റെ ലാപ്ടോപ്പ് തുറന്നുകൊണ്ട് പറഞ്ഞു. ഹാളിൽ ഒളിപ്പിച്ചു വെച്ച 3 ക്യാമറയുടെ ദൃശ്യങ്ങൾ ലാപ്ടോപ്പിൽ കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് അവൻ ഉറപ്പുവരുത്തി. വോയിസ് റെക്കോർഡും മൈക്കും ഹാളിലെ സോഫയ്ക്കടിയിലും ജനൽവിരികൾക്ക് പിന്നിലുമായി ദാസപ്പൻ ഭദ്രമായി ഒളിപ്പിച്ചു വെച്ചു. കവിത ചേച്ചി, അവൻ വരുമ്പോൾ നിങ്ങൾ യാതൊരു കാരണവശാലും ഭയം പുറത്തു കാണിക്കരുത്. സാധാരണ പോലെ അവനെ സ്വീകരിച്ച് ഈ ഹാളിലെ സോഫയിൽ തന്നെ ഇരുത്തണം. ജോജി നിർദ്ദേശം നൽകി. മരണത്തിൻ്റെ ക്ഷണക്കത്ത് സ്വീകരിച്ച് ഒരു കുറ്റവാളി തന്നെ അന്ത്യം കാത്തിരിക്കുന്ന ആ പഴയ തറവാട്ടിലേക്ക് വരാൻ തയ്യാറെടുക്കുകയായിരുന്നു. വരാനിരിക്കുന്ന ഭയാനകമായ വൈകുന്നേരത്തിനായി ഗോസ്റ്റ് ഹണ്ടേഴ്സ് എല്ലാം സജ്ജമാക്കി കാത്തിരുന്നു. വെള്ളത്തൂരിലെ ആ റബ്ബർ തോട്ടത്തിൽ സന്ധ്യ മയങ്ങിത്തുടങ്ങിയിരുന്നു. പകൽ വെളിച്ചം പൂർണ്ണമായും മരങ്ങൾക്കിടയിൽ ഇരുൾ വീഴാൻ തുടങ്ങിയ സമയത്ത് ആ വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു കറുത്ത ജീപ്പ് ഇരമ്പിക്കൊണ്ട് വന്നു നിന്നു. ജീപ്പിൻ്റെ ഡോർ തുറന്ന് ഭീമാകാരനായ ഒരാൾ പുറത്തേക്ക് കാലെടുത്ത് വെച്ചു. അതാണ് ഭാസ്കരൻ. തടിച്ച ശരീരം, കഴുത്തിൽ കിടക്കുന്ന വലിയ സ്വർണ്ണ ചെയിൻ, ക്രൂരതയും അഹങ്കാരവും നിറഞ്ഞു നിൽക്കുന്ന മുഖം, കോടിക്കണക്കിന് രൂപയുടെ സ്വർണം സ്വന്തമാക്കാനുള്ള അത്യാഗ്രഹം അയാളുടെ കണ്ണുകളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒപ്പം വർഷങ്ങൾക്ക് മുമ്പ് താൻ ചെയ്ത കൊലപാതകത്തിൻ്റെ തെളിവുകൾ എന്നേക്കുമായി നശിപ്പിക്കാമെന്ന ആശ്വാസവും അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ഉമ്മറത്ത് രവിയും കവിതയും അവനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഭാസ്കരനെ കണ്ടതും കവിതയുടെ ഉള്ളിൽ ഭയവും തൻ്റെ ബന്ധുവായ നരാധമനോടുള്ള അടങ്ങാത്ത വെറുപ്പും നുരഞ്ഞു പൊന്തി. എങ്കിലും ജോജിയുടെ നിർദ്ദേശമോർത്ത് അവൾ അതെല്ലാം ഉള്ളിലൊതുക്കി സ്വാഭാവികമായി ചിരിക്കാൻ ശ്രമിച്ചു. ഭാസ്കര, കയറിയിരിക്കെ. രവി അവനെ അകത്തേക്ക് ക്ഷണിച്ചു. ഭാസ്കരൻ ധൃതിയിൽ ഹാളിലേക്ക് കയറി. ദാസപ്പൻ ക്യാമറയുടെ ആംഗിൾ കൃത്യമായി സെറ്റ് ചെയ്തിരുന്ന ആ നടുവിലത്തെ സോഫയിൽ തന്നെ അവനിരുന്നു. അതേസമയം മുകളിലത്തെ നിലയിലെ ഇരുണ്ട മുറിയിൽ ജോജിയും ദാസപ്പനും സുപ്രവും തങ്ങളുടെ ലാപ്ടോപ്പിലൂടെ താഴെ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. ദാസപ്പൻ ഒളിപ്പിച്ചു വെച്ച മൈക്കുകളിലൂടെ ഭാസ്കരൻ്റെ ശ്വാസനിശ്വാസങ്ങൾ പോലും അവർക്ക് കൃത്യമായി കേൾക്കാം. ജോജിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. വേട്ടക്കാരൻ കെണിയിൽ വീണ് കഴിഞ്ഞു. താഴെ ഹാളിൽ ഭാസ്കരൻ ഒട്ടും ക്ഷമയുണ്ടായിരുന്നില്ല. അവൻ ചുറ്റുമൊന്ന് നോക്കിയ ശേഷം രവിയോട് ശബ്ദം താഴ്ത്തി ചോദിച്ചു, എവിടെയാണ് ആ പെട്ടി? ആരും കണ്ടില്ലല്ലോ അല്ലേ? നീ വേഗം അത് എടുത്തുകൊണ്ട് വാ, എനിക്കത് വിൽക്കാൻ ഏർപ്പാടാക്കണം. രവി വേഗം തന്നെ ഭാസ്കരൻ്റെ മുന്നിലുള്ള കസാരയിലേക്ക് ഇരുന്നു. അവൻ്റെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറി. അതുവരെ ഉണ്ടായിരുന്ന ആ വിധേയത്വം മാറി വലിയൊരു ഗൗരവം ആ മുഖത്ത് നിറഞ്ഞു. അതൊക്കെ എടുക്കാം ഭാസ്കരേട്ടാ, രവി വളരെ ശാന്തമായി പറഞ്ഞു. അതിൽ നിറയെ സ്വർണ്ണമാണെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ഞാനൊരു കള്ളം കൂടി പറഞ്ഞിരുന്നു. സ്വർണം കൂടാതെ മറ്റൊരു സാധനം കൂടി എനിക്ക് ആ പെട്ടിയിൽ നിന്നും കിട്ടിയിരുന്നു. അത് കേട്ടതും ഭാസ്കരൻ്റെ മുഖത്തെ ചിരി പതുക്കെ മാഞ്ഞു. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. വേറെന്താ അതിലുണ്ടായിരുന്നത്? അവൻ സംശയത്തോടെ ചോദിച്ചു. രവി ഒന്നും മിണ്ടാതെ താൻ മാറ്റിവെച്ചിരുന്ന പഴയ ചുവന്ന ഡയറി എടുത്ത് ഭാസ്കരൻ്റെ മുന്നിലുള്ള ടീപ്പോയിലേക്ക് ഇട്ടുകൊടുത്തു. ഒരു പെൺകുട്ടിയുടെ ഡയറി. ഇതും അതിലുണ്ടായിരുന്നു. രവി മുഖത്തടിച്ച് പറയുന്ന പോലെ പറഞ്ഞു. ആ ടീപ്പോയിൽ വീണ ഡയറി കണ്ടതും ഭാസ്കരൻ്റെ കണ്ണുകൾ ഭയം കൊണ്ട് വികസിച്ചു. അവൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റി. 5 വർഷം മുമ്പ് താൻ കൊലപ്പെടുത്തിയ ഭദ്രയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി ആ ഇരുമ്പ് പെട്ടിയിലാക്കി മണ്ണിൽ കുഴിച്ചു മൂടിയ അതേ ഡയറി. തൻ്റെ കൊടും ക്രൂരതയുടെ, താൻ നടത്തിയ കൊലപാതകങ്ങളുടെ ഒരേ ഒരു തെളിവ് ദാ തൻ്റെ കൺമുന്നിൽ. താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന വലിയ തിരിച്ചറിവ് ഭാസ്കരൻ്റെ തലച്ചോറിലേക്ക് ഇടുത്തി പോലെ വന്നിറങ്ങി. സ്വർണമെന്നത് ഇങ്ങോട്ട് വിളിച്ചു വരുത്താനുള്ള വെറുമൊരു കെണിയായിരുന്നുവെന്ന് അയാൾക്ക് മനസ്സിലായി. മുകളിലിരുന്ന ലാപ്ടോപ്പിൽ ഭാസ്കരൻ്റെ മുഖത്തുണ്ടായിരുന്ന ഓരോ മാറ്റങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ജോജി ഉറപ്പുവരുത്തി. വേട്ടക്കാരൻ ഒരൊറ്റ നിമിഷം കൊണ്ട് വലിയൊരു ഇരയായി മാറിയിരിക്കുകയാണ്. ടീപ്പോയിൽ കിടന്ന ആ ചുവന്ന ഡയറിയിലേക്ക് നോക്കി സ്തംഭിച്ചു പോയ ഭാസ്കരൻ്റെ മുഖത്ത് നിമിഷങ്ങൾക്കുള്ളിൽ ഭാവമാറ്റങ്ങളുണ്ടായി. ഭയം മാറി അവിടെ അതികഠിനമായ ദേഷ്യം വന്നു നിറഞ്ഞു. തൻ്റെ പ്ലാനുകളെല്ലാം തകർത്തതിൻ്റെയും താൻ കൊലപ്പെടുത്തിയവരുടെ ബാക്കി പത്രം തന്നെ തിരിച്ചു കുത്താൻ വന്നതിൻ്റെയും കോപം അയാളുടെ കണ്ണുകളിൽ നിഴലിച്ചു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഭാസ്കരൻ വലിയൊരു അലർച്ചയോടെ ചാടി എഴുന്നേറ്റു. തൻ്റെ വലിയ കൈകൾ കൊണ്ട് രവിയുടെ ഷർട്ടിൻ്റെ കൊളർ കടന്നു പിടിച്ചു. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോടാ? പഴയൊരു പുസ്തകം വെച്ച് നീ എന്നെ ജയിലടയ്ക്കാമെന്ന് കരുതിയോ? രവി ഭയന്നു പോയെങ്കിലും ജോജി പറഞ്ഞു കൊടുത്ത ധൈര്യത്തിൽ ഭാസ്കരൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഞാനല്ല ഭാസ്കരേട്ടാ നിങ്ങളെ കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്ത കർമ്മം തന്നെയാണ് നിങ്ങളെ തേടി വന്നിരിക്കുന്നത്. ആ പാവങ്ങളെ കൊന്നിട്ട് അവരുടെ സ്വർണവും പണവും നിങ്ങൾ മോഷ്ടിച്ചില്ലേ? ആ പാവം നിങ്ങളെ വെറുതെ വിടില്ല. നിർത്തടാ! ഭാസ്കരൻ രവിയെ ശക്തിയായി പിന്നിലേക്ക് തള്ളി. രവി കസേരയിലേക്ക് തന്നെ വീണു. അതെ, ഞാൻ തന്നെയാടാ അവന്മാരെ കൊന്നത്. അതിനിപ്പോൾ എന്താ? ഈ ഡയറി വെച്ച് നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ സത്യം പറഞ്ഞ് നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞാൻ ജീവനോടെ വിടില്ല. ഭാസ്കരൻ തൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും മൂർച്ചയേറിയൊരു കത്തി പുറത്തെടുത്തു. രവിക്കും കവിതയ്ക്കും നേരെ അയാൾ പാഞ്ഞെടുക്കാൻ ശ്രമിച്ച ആ നിമിഷം ആ വീടിൻ്റെ അന്തരീക്ഷം ഒറ്റയടിക്ക് മാറി മറിഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന ചൂട് മാറി. അസഹനീയമായ വലിയൊരു തണുപ്പ് ആ ഹാളിലേക്ക് ഇരച്ചു കയറി. ഭാസ്കരൻ്റെ കാലുകൾ പെട്ടെന്ന് തറയിൽ ഉറച്ചുപോയി. വലിയൊരു ഇടിമുഴക്കം പോലെ ആ വീടിൻ്റെ മുൻവാതിൽ വലിയൊരു ശബ്ദത്തോടെ തനിയെ കൊട്ടിയടഞ്ഞു. പിന്നാലെ ഹാളിലെയും ചുറ്റുമുള്ള മുറികളിലെയും ജനാലകൾ
ഓരോന്നായി വലിയ ശബ്ദത്തോടെ കൊട്ടി അടയ്ക്കാൻ തുടങ്ങി. ഭാസ്കരൻ ഞെട്ടിവിറച്ചു, ചുറ്റും നോക്കി. കാറ്റില്ലാതെ എങ്ങനെയാണ് ഈ വലിയ മരവാതിലുകൾ ഇത്രയും ശക്തിയിൽ അടയുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അടുത്ത നിമിഷം ഹാളിലെ ലൈറ്റുകളെല്ലാം ഒന്നിച്ച് മിന്നിമറയാൻ തുടങ്ങി. ഫ്യൂസ് പോകുന്നത് പോലുള്ള ചെറിയൊരു ശബ്ദത്തോടെ വീട് പൂർണ്ണമായും ഇരുട്ടിലായി. രവി, കവിതേ, എന്താ ഇവിടെ നടക്കുന്നത്? ലൈറ്റ് ഇടറാ! ഭാസ്കരൻ ഇരുട്ടിൽ കത്തിയും പിടിച്ച് വട്ടം കറങ്ങി. അയാളുടെ ശബ്ദത്തിലെ ധൈര്യം ചോർന്നു പോയിരുന്നു. ഇരുട്ടിലൂടെ രവിയും കവിതയും പതുക്കെ പിന്നിലേക്ക് നടന്നു. അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ ഹാളിൽ നിന്നും മാറി മറ്റൊരു മുറിയിൽ കയറി അകത്തുനിന്നും വാതിലടച്ചു. ഭാസ്കരൻ ആ വലിയ ഹാളിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. മുകളിലത്തെ നിലയിൽ നിന്നും ജോജിയും ദാസപ്പനും സുപ്രവും ലാപ്ടോപ്പിലേക്ക് കണ്ണും നട്ട് ഇരിക്കുകയാണ്. ഹാളിലെ നൈറ്റ് വിഷൻ ക്യാമറയിലൂടെ ഇരുട്ടിൽ പരിഭ്രാന്തിയിലൂടെ ഓടി നടക്കുന്ന ഭാസ്കരനെ അവർക്ക് വ്യക്തമായി കാണാമായിരുന്നു. സുപ്രുവിൻ്റെ കയ്യിലിരിക്കുന്ന EMF മീറ്ററിലെ ലൈറ്റുകൾ ചുവപ്പായി മാറി അതിവേഗം ശബ്ദിക്കാൻ തുടങ്ങിയിരുന്നു. അവർ എത്തിക്കഴിഞ്ഞു ജോജിയേട്ടാ, സുപ്രു വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. താഴെ ഹാളിൽ ഭാസ്കരൻ തൻ്റെ ഫോൺ പുറത്തെടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. ആ ചെറിയ വെളിച്ചത്തിൽ അയാൾ മുൻവാതിലേക്ക് ഓടിച്ചെന്നു. വാതിലിൻ്റെ പിടിയിൽ പിടിച്ച് അയാൾ സർവ്വശക്തിയും എടുത്ത് വലിച്ചു. പക്ഷേ അതൊരു ഇരുമ്പ് മതിൽ പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അയാൾ കാലുകൊണ്ട് വാതിൽ ആഞ്ഞുതൊഴിച്ചു. വാതിൽ അനങ്ങിയില്ല. താൻ വല്ലാത്തൊരു അദൃശ്യമായ കുരുക്കിൽ പെട്ടിരിക്കുന്നുവെന്ന് ഭാസ്കരന് മനസ്സിലായി. പെട്ടെന്ന് അയാളുടെ ഫോണിൻ്റെ വെളിച്ചം അടിച്ചു നിൽക്കുന്ന പോലെ ഹാളിലെ വലിയ ഗോണിപ്പടികളുടെ മുകളിൽ നിന്നും ഒരു കാൽപെരുമാറ്റം കേട്ടു. ആരോ പതുക്കെ പടികൾ ഇറങ്ങി വരുന്നു. മനുഷ്യൻ്റെ ചൂടുകളായിരുന്നില്ല അത്. തറയിൽ വല്ലാത്തൊരു ഭാരത്തോടെ വലിച്ചിഴിച്ച് നടക്കുന്ന പോലൊരു ശബ്ദം. ഭാസ്കരൻ തൻ്റെ ഫോണിൻ്റെ വെളിച്ചം പതുക്കെ ഗോവണിയിലേക്ക് തിരിച്ചു. ആ വെളിച്ചത്തിൽ കണ്ട കാഴ്ച അയാളുടെ രക്തം തണുത്തുറഞ്ഞുപോയി. അവിടെ ആ പഴയ മരപ്പടവുകളിൽ കഴുത്തിൽ വലിയൊരു കയറിൻ്റെ കുരുക്കുമായി തുറിച്ച കണ്ണുകളോടെ അനന്തരും ഭദ്രയും നിൽക്കുന്നു. 5 വർഷം മുമ്പ് തൻ്റെ ക്രൂരതയാൽ ജീവൻ പടിഞ്ഞ അതേ മനുഷ്യർ. അവരുടെ കഴുത്തിലെ ആഴത്തിലുള്ള മുറിവുകളിൽ നിന്നും ഇരുണ്ട രക്തം പടവുകളിലേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ആ ജീവനില്ലാത്ത വിളറിയ മുഖങ്ങളിൽ ഭാസ്കരനോടുള്ള അടങ്ങാത്ത പകയും പ്രതികാരവും ജ്വലിച്ചു നിന്നു. ഇല്ല, അരുത്, എൻ്റെ അടുത്തേക്ക് വരരുത്! ഭാസ്കരൻ ഒരു ഭ്രാന്തനെ പോലെ അലറി. ഭയം കാരണം വിറയ്ക്കുന്ന അയാളുടെ കയ്യിൽ നിന്നും ആ മൂർച്ചയേറിയ കത്തി വലിയ ശബ്ദത്തോടെ തറയിലേക്ക് വീണു. 2 ആത്മാക്കളും ഗോണിപ്പടികൾ ഓരോന്നായി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. മനുഷ്യരുടേതുപോലുള്ള ചൂടുകളായിരുന്നില്ല അത്. വായുവിൽ ഒഴുകിയിറങ്ങുന്നത് പോലെ അവർ ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോഴും ആ ഹാളിലെ താപനില ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരുന്നു. ഭാസ്കരൻ്റെ ഫോണിലെ വെളിച്ചം വല്ലാതെ മിന്നിമറയാൻ തുടങ്ങി. മുകളിലത്തെ മുറിയിൽ ലാപ്ടോപ്പ് സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന ദാസപ്പൻ്റെയും സുപ്രുവിൻ്റെയും നെഞ്ചിരിപ്പ് കൂടിയിരുന്നു. ഹാളിലെ ഇരുട്ടിൽ തിളങ്ങുന്ന നൈറ്റ് വിഷൻ ക്യാമറയിലൂടെ അവർ ആ ഭയാനകമായ ദൃശ്യങ്ങൾ വ്യക്തമായി കണ്ടു. ജോജി വളരെ ശാന്തമായി ദാസപ്പനോട് മന്ത്രിച്ചു. ദാസപ്പ, ഇവൻ പറയുന്ന ഓരോ വാക്കും കൃത്യമായി റെക്കോർഡാക്കുന്നത് പോലെ ഉറപ്പിക്കണം. അവനെ രക്ഷപ്പെടാൻ ഒരു പഴുതും നമ്മൾ നൽകരുത്. എല്ലാം ക്ലിയറായി റെക്കോർഡാകുന്നുണ്ട് ജോജിയേട്ടാ. ദാസപ്പൻ ലാപ്ടോപ്പിലേക്ക് നോക്കി മറുപടി പറഞ്ഞു. ആ ഹാളിൽ ഭാസ്കരൻ ഭയത്തോടെ പിന്നിലേക്ക് ഓടി മാറാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് അയാൾ വലിയൊരു ശബ്ദത്തോടെ തറയിലേക്ക് മൂക്കടിച്ച് വീണു. ഇരുമ്പ് ചങ്ങലയിട്ട് പൂട്ടിയതുപോലെ അയാളുടെ കാലുകൾ നിലത്ത് ഉറച്ചു പോയിരുന്നു. അദൃശ്യമായ ഏതൊരു വലിയ ശക്തി തൻ്റെ കാലുകളെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്നതായി ഭാസ്കരൻ തിരിച്ചറിഞ്ഞു. നിലവിളിക്കാൻ പോലും ശബ്ദം പുറത്തു വരാത്ത അവസ്ഥ. തറയിലൂടെ കഴിഞ്ഞ് മുൻവാതിലേക്ക് നീങ്ങാൻ അയാൾ ഒരു വിഫല ശ്രമം നടത്തി. എന്നാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ഭദ്രയുടെ ആത്മാവ് വായുവിലൂടെ പാറി വന്ന് ഭാസ്കരൻ്റെ തൊട്ട് പിന്നിലായി നിന്നു. രക്തം ഇറ്റിറ്റ് വീഴുന്ന അവളുടെ പാദങ്ങൾ കണ്ട ഭാസ്കരൻ ഭയന്ന് മുകളിലേക്ക് നോക്കി. അവളുടെ തുറിച്ച കണ്ണുകൾ ഭാസ്കരൻ്റെ കണ്ണുകളിലേക്ക് തളച്ചു നിൽക്കുകയായിരുന്നു. മരണത്തിൻ്റെ ഗന്ധമുള്ള ആ കാറ്റ് ഹാളിലാകെ വീശിയടിച്ചു. പെട്ടെന്ന് ഭദ്രയുടെ മരവിപ്പിക്കുന്ന കൈകൾ ഭാസ്കരൻ്റെ കഴുത്തിലേക്ക് നീണ്ടു. ഇരുമ്പുലക്ക പോലുള്ള ആദൃശ്യമായ വിരലുകൾ ഭാസ്കരൻ്റെ തൊണ്ടയിൽ അമർന്നു. ശ്വാസം കിട്ടാതെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ഭാസ്കരൻ ആ തറയിൽ പിടഞ്ഞു. മരണത്തിൻ്റെ കൊടുന്തണുപ്പ് അയാളുടെ ഞരമ്പുകളിലേക്ക് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. അയാൾക്ക് തൻ്റെ അന്ത്യം പൂർണ്ണമായും ബോധ്യപ്പെട്ടു. തൊണ്ടയിൽ അമർന്നിരുന്ന അദൃശ്യമായ തണുത്ത വിരലുകൾക്കിടയിൽ നിന്നും ശ്വാസം വലിച്ചെടുക്കാൻ ഭാസ്കരൻ പരമാവധി ശ്രമിച്ചു. മരണത്തിൻ്റെ വക്കിലെത്തിയ അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിയിരുന്നു. തന്നെ കൊല്ലാൻ വന്ന ഈ ആത്മാക്കൾക്ക് മുന്നിൽ തൻ്റെ പണത്തിനോ സ്വാധീനത്തിനോ യാതൊരു വിലയുമില്ലെന്ന് ഭാസ്കരന് പൂർണ്ണമായും മനസ്സിലായി. എന്നെ കൊല്ലരുത്, ഞാൻ സത്യം പറയാം. ശ്വാസം കിട്ടാതെ പിടയുന്നതിനിടയിൽ ഭാസ്കരൻ വളരെ പണിപ്പെട്ട് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട ഉടനെ ഭാസ്കരൻ്റെ കഴുത്തിലെ ആത്മാവിൻ്റെ പിടി പതുക്കെ അയഞ്ഞു. ശ്വാസം നേരെ വീണ ഭാസ്കരൻ തറയിലേക്ക് ചുമച്ചുകൊണ്ട് വീണു. എന്നാൽ ഭദ്രയുടെയും അനന്തിൻ്റെയും ആത്മാക്കൾ ഒരു ചൂട് പോലും പിന്നോട്ട് മാറിയിരുന്നില്ല. ആ സത്യം കേൾക്കാനായി അവർ അയാളുടെ തൊട്ടു മുന്നിൽ തന്നെ നിന്നു. മുകളിലത്തെ മുറിയിലിരുന്ന് ജോജി മൈക്കിലെ ശബ്ദം കൂട്ടിവെച്ചു. ദാസപ്പൻ റെക്കോർഡിംഗ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി. തറയിൽ കിടന്നുകൊണ്ട് ഭാസ്കരൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അതെ, ഞാൻ കൊന്നതാണ് നിങ്ങളെ. അന്ന് നിങ്ങൾ കൊണ്ടുവന്ന ആ വലിയ പണവും സ്വർണവും കണ്ടപ്പോൾ എൻ്റെ സഹോദരി തെറ്റി.
അതെല്ലാം സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ചതിച്ചു കൊന്നു. എന്നിട്ട് ആരും അറിയാതെ ഈ വീട്ടിലെ ഭാരിൽ കെട്ടിത്തൂക്കി. എന്നോട് ക്ഷമിക്കണം, എന്നെ കൊല്ലരുത്. ഭാസ്കരൻ കൈകൂപ്പി കാലുകളിലേക്ക് വീഴാൻ ശ്രമിച്ചു. എന്നാൽ ഭദ്രയുടെ ശബ്ദം വലിയൊരു ഇരമ്പലായി ആ മുറിയിൽ മുഴങ്ങി. എന്നിട്ട് നീ എന്തിനാടാ എൻ്റെ ഡയറി നശിപ്പിക്കാതെ കുഴിച്ചു മൂടിയത്? ആ ചോദ്യം കേട്ട ഭാസ്കരൻ ഭയത്തോടെ ചുറ്റും നോക്കി. തൻ്റെ ജീവൻ രക്ഷിക്കാൻ അയാൾ എല്ലാം ഏറ്റുപറയാൻ തയ്യാറായിരുന്നു. ആ ഇരുമ്പ് പെട്ടി, അതിലെ ഡയറിയും ഫോട്ടോകളും ഞാൻ നശിപ്പിച്ചു കളയാതെ കുഴിച്ചിട്ടത് വലിയൊരു പ്ലാനോടെയായിരുന്നു. ഭാസ്കരൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും ഒരു കാലത്ത് ഈ കൊലപാതകത്തിൻ്റെ പേരിൽ ഞാൻ പോലീസിൻ്റെ പിടിയിലായാൽ അന്ന് നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ആ ഡയറി സൂക്ഷിച്ചു വെച്ചത്. ഭദ്രയുടെ അച്ഛനാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് വരുത്തി തീർക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. കാരണം സ്വന്തം അച്ഛൻ്റെ ആൾക്കാർ നിങ്ങളെ തേടി എപ്പോൾ വേണമെങ്കിലും വരുമെന്നും അവർ നിങ്ങളെ കൊല്ലുമെന്നും ആ ഡയറിയിൽ ഭദ്ര വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുവല്ലോ. ആ ഒരൊറ്റ വരി കോടതിയിൽ കാണിച്ചാൽ പോലീസിൻ്റെ സംശയം മുഴുവൻ ഭദ്രയുടെ അച്ഛനിലേക്ക് തിരിയുമായിരുന്നു. അങ്ങനെ എനിക്ക് എളുപ്പത്തിൽ ഊരി പോകാമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ആ ഡയറി ആരും അറിയാതെ അവിടെ കുഴിച്ചിട്ടത്. തൻ്റെ ഏറ്റവും വലിയ കുറ്റസമ്മതം അയാൾ തയ്യാറാക്കിയ ആ കൊടിഞ്ചതിയുടെ രഹസ്യവും ഭാസ്കരൻ അവിടെ വെളിപ്പെടുത്തി. അയാളുടെ ഓരോ വാക്കുകളും മുകളിലത്തെ ദാസപ്പൻ്റെ ലാപ്ടോപ്പിൽ വളരെ കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. പണത്തിനും അത്യാഗ്രഹത്തിനും വേണ്ടി ഒരു മനുഷ്യൻ എത്രത്തോളം ക്രൂരനാകുമെന്ന് ജോജി അമ്പരപ്പോടെ കേട്ടിരുന്നു. സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞതോടെ ഭാസ്കരൻ പൂർണ്ണമായും തളർന്നിരുന്നു. അപ്പോൾ ഭദ്രയുടെയും ആനന്ദിൻ്റെയും ആത്മാക്കൾ വായുവിൽ അല്പം കൂടി ഉയർന്നു. തങ്ങൾക്ക് അറിയേണ്ടിയിരുന്ന, ലോകത്തെ അറിയിക്കേണ്ടിരുന്ന സത്യം അവർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. തങ്ങൾക്ക് കിട്ടേണ്ട നീതി അവർ വാങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് അനന്തിൻ്റെ ആത്മാവ് അതിശക്തമായി ഭാസ്കരൻ്റെ നെഞ്ചിലേക്ക് ഒരു ഇടിവെച്ചു കൊടുത്തു. വലിയൊരു അലർച്ചയോടെ ഭാസ്കരൻ ഹാളിലെ തറയിലേക്ക് തെറിച്ചു വീണു. ഭയവും ഞെട്ടലും നെഞ്ചിലേറ്റ അതികഠിനമായ പ്രഹരവും കാരണം ഭാസ്കരൻ്റെ ബോധം പൂർണ്ണമായി മറഞ്ഞു കഴിഞ്ഞു. അയാൾ തറയിൽ ജീവനില്ലാത്തതുപോലെ കിടന്നു. ഒരു നിമിഷം അടഞ്ഞു കിടന്നിരുന്ന ജനാലകളും മുൻവാതിലുകളും വലിയ ശബ്ദത്തോടെ തനിയെ തുറക്കപ്പെട്ടു. ഹാളിലെ ലൈറ്റുകൾ വീണ്ടും പ്രകാശിച്ചു. പുറത്തെ ശുദ്ധമായി ഹാളിനുള്ളിലേക്ക് ഇരിച്ചു കയറിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കൊടുന്തണുപ്പ് അവിടെ നിന്നും പൂർണ്ണമായി മാഞ്ഞു പോയിരുന്നു. അനന്തിൻ്റെയും ഭദ്രൻ്റെയും ആത്മാക്കൾ ആ വെളിച്ചത്തിൽ എന്നേക്കുമായി അപ്രത്യക്ഷരായി. ഹാളിലെ ലൈറ്റുകൾ തിരികെ പ്രകാശിച്ചതും ഒരുമാതിരി വലിയ ശബ്ദത്തോടെ തുറക്കപ്പെടുകയും ചെയ്തതോടെ മുകളിലത്തെ മുറിയിൽ നിന്നും ജോജിയും ദാസപ്പനും സുപ്രവും വേഗത്തിൽ താഴേക്ക് ഓടിയിറങ്ങിയെത്തി. അവരുടെ ലാപ്ടോപ്പിൽ ഭാസ്കരൻ്റെ കുറ്റസമ്മതം വ്യക്തമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. മറ്റൊരു മുറിയിൽ ഭയന്നു പറച്ച് നിൽക്കുകയായിരുന്ന രവിയും കവിതയും പതുക്കെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ഹാളിലെ തറയിൽ ജീവശവം പോലെ ബോധം പറ്റി കിടക്കുകയായിരുന്ന ഭാസ്കരനെ അവർ നോക്കി നിന്നു. അയാളുടെ മുഖത്ത് മരണഭയം അപ്പോഴും തളം കെട്ടി നിന്നിരുന്നു. രവിയേട്ടാ, എല്ലാം കഴിഞ്ഞു, ജോജി രവിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അനന്തനും ഭദ്രയ്ക്കും അവരുടെ നീതി കിട്ടിയിരിക്കുന്നു. ഈ നരാധമൻ്റെ കളി ഇവിടെ അവസാനിക്കുകയാണ്. ജോജി ഉടൻ തന്നെ ഫോണെടുത്ത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. നടന്ന കാര്യങ്ങളും 5 വർഷം പഴക്കമുള്ള കേസിൻ്റെ തെളിവുകൾ ലഭിച്ച കാര്യവും അവർ പോലീസിനെ അറിയിച്ചു. അരമണിക്കൂർ കൊണ്ട് സൈറൺ മുഴക്കിക്കൊണ്ട് 2 പോലീസ് ജീപ്പുകൾ ആ വീടിന് മുറ്റത്തേക്ക് വന്നു. ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഹാളിലേക്ക് കയറി വന്നു. ബോധമില്ലാതെ കിടക്കുന്ന ഭാസ്കരനെ അവർ വിലങ്ങണിയിച്ചു. ജോജി ലാപ്ടോപ്പിലുള്ള വീഡിയോ ദൃശ്യങ്ങളും ഓഡിയോ റെക്കോർഡിങ്ങും പോലീസിനെ കാണിച്ചു. ഒപ്പം ആ ഇരുമ്പ് പെട്ടിയും അതിലുണ്ടായിരുന്ന ഡയറിയും ഫോട്ടോകളും അവർക്ക് കൈമാറി. ഭരണത്തിനും സ്വർണത്തിനും വേണ്ടി ആ പാവം ജീവനുകളെ ഇല്ലാതാക്കിയതും നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭദ്രയുടെ അച്ഛനെ കരുവാക്കാൻ ശ്രമിച്ചതുമായ ഭാസ്കരൻ്റെ തന്ത്രങ്ങൾ കേട്ട് ഇൻസ്പെക്ടർ പോലും ഞെട്ടിപ്പോയി. വളരെ നന്ദിയുണ്ട് ജോജി. ഇൻസ്പെക്ടർ ജോജിയുടെ കൈക്ക് പിടിച്ചു കുലുക്കും. അന്ന് ഞങ്ങൾക്കും ഈ കേസിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഭാസ്കരൻ്റെ സ്വാധീനവും പണവും കാരണം ഈ തെളിവുകൾ ഒന്നും തന്നെ ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഇപ്പോൾ എല്ലാ തെളിവുകളോടെയും ഇവൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇവൻ പുറത്തേക്ക് ഇറങ്ങില്ല. പോലീസുകാർ ഭാസ്കരനെ ജീപ്പിലേക്ക് വലിച്ചു കയറ്റി. വർഷങ്ങളായി ഒളിച്ചു വെച്ചിരുന്ന വലിയൊരു രഹസ്യത്തിൻ്റെ ചുരുളഴിച്ച് ആ ജീപ്പുകൾ ഇരുട്ടിലൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞുപോയി. നീതിക്ക് വേണ്ടിയുള്ള ആത്മാക്കളുടെ കാത്തിരിപ്പ് അവിടെ പൂർണ്ണമാകുകയായിരുന്നു. നേരം പുലർന്നു. വെള്ളത്തൂരിലെ ആ റബ്ബർ തോട്ടത്തിലേക്ക് അതിരാവിലെയുള്ള ഇളംവെയിൽ വീണു തുടങ്ങി. കിളികളുടെ ചിലക്കലും തണുത്ത കാറ്റും ആ വീടിൻ്റെ അന്തരീക്ഷത്തെ കൂടുതൽ മനോഹരമാക്കിയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ വീടിനെ പൊറിഞ്ഞിരുന്ന ശ്മശാനമുഖതയും വല്ലാത്തൊരു ഭയവും ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. മുകളിലത്തെ നിലയിൽ പരിശോധന നടത്തുകയായിരുന്ന സുപ്രു താഴേക്ക് വന്നു. അവൻ്റെ കയ്യിലിരുന്ന EMF മീറ്ററിൽ പച്ച ലൈറ്റ് യാതൊരു മാറ്റവുമില്ലാതെ പ്രകാശിക്കുകയായിരുന്നു. അവർ പോയി ജോജിയേട്ടാ, സുപ്രു കിറച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഈ വീട്ടിൽ യാതൊരു അമാനുഷിക ശക്തികളെ സാന്നിധ്യമില്ല. അന്തരീക്ഷം പൂർണ്ണമായും ക്ലിയറാണ്. മുറ്റത്ത് തിണ്ണയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്ന ജോജിക്കും ദാസപ്പനും അത് വലിയൊരു ആശ്വാസമായി. രവിയും കവിതയും കുട്ടികളും വലിയൊരു സന്തോഷത്തോടെ അവർ കരിയിലേക്ക് വന്നു. കുസൃതി ചിരിയോടെ നിൽക്കുന്ന ആ പെൺകുട്ടികളുടെ തലയിൽ ജോജി സ്നേഹത്തോടെ തലോടി. നിങ്ങളോട് എങ്ങനെയാ സാറേ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല, രവി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ വീട് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ആ ഭാസ്കരൻ ഞങ്ങളെ ഉപദ്രവിക്കുകയോ ചെയ്തേരെ. ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണ്.
ജോജി പതുക്കെ എഴുന്നേറ്റു. രവിയേട്ടാ, ആത്മാക്കൾ എപ്പോഴും നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരല്ല. ചിലപ്പോൾ അവർ തങ്ങൾക്ക് നഷ്ടപ്പെട്ട നീതി തേടി വന്നവരാകാം. അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തീരാവുന്നത്ര പ്രശ്നങ്ങളേ ഉള്ളൂ. ഇനി ധൈര്യമായി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. ആരും നിങ്ങളെ ശല്യം ചെയ്യില്ല. കവിതയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ 2 ആത്മാക്കളോടുള്ള വലിയൊരു പ്രാർത്ഥന അവൾ മനസ്സിലർപ്പിച്ചു. തങ്ങളുടെ ഉപകരണങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഗോസ്റ്റ് കണ്ടേഷ് യാത്ര പറയാൻ തയ്യാറെടുത്തു. സുപ്രവും ദാസപ്പനും കാറിലേക്ക് സാധനങ്ങൾ എടുത്തു വെച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ജോജി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. കറുത്ത ഇന്നോവ കാറിൻ്റെ എൻജിൻ ഇരമ്പി. ജോജി വണ്ടി പതുക്കെ മുന്നോട്ടെടുത്തു. കാറിൻ്റെ വിൻഡോയിലൂടെ അവർ രവിക്കും കുടുംബത്തിനും നേരെ കൈവീശി കാണിച്ചു. വെള്ളത്തൂവിലെ ആ ശാന്തമായ പ്രഭാതത്തിലൂടെ വളഞ്ഞു മുടഞ്ഞ റോഡുകളിലേക്ക് കാർ കുതിച്ചു പായുകയായിരുന്നു. മനുഷ്യൻ്റെ അത്യാഗ്രഹവും ക്രൂരതയുമാണ് ഭൂതങ്ങളെക്കാൾ ഭയക്കേണ്ടതെന്ന വലിയ സത്യം ഒന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകമറിയാത്ത ആ ഗോസ്റ്റ് കണ്ടേഴ്സ് തങ്ങളുടെ പുതിയ ലക്ഷ്യങ്ങൾ തേടി യാത്ര തുടർന്നു.